അപ്പോൾ ഗുഡ് ഈവനിങ് എവ്രി വൺ, അസ്സാം വലൈക്കും. അങ്ങനെ നമ്മളുടെ 90ാമത്തെ യുണീക്ക് ടോക്കിലേക്ക് എല്ലാവരെയും ഒന്നുകൂടെ വെൽക്കം ചെയ്യാണ്. ഓരോരുത്തരും ഇന്നത്തെ തിരക്കുകളും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തതിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ പൊതുവെ നന്ദിയോട് കൂടിയിട്ടാണ് പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറ്. ആദ്യമായിട്ട് നമ്മൾ സാധാരണ എല്ലാവരോടും ചോദിക്കുന്ന പോലെ തന്നെ ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റിൽ നിന്നാണെന്നൊന്ന് താഴെ കമന്റ് ചെയ്യോ? ജസ്റ്റ് ഒന്ന് ഒരു പരിചയപ്പെടാൻ വേണ്ടിയിട്ടാ. കുറെ പേരുകൾ അറിയാത്ത പേരുകൾ കാണുന്നുണ്ട്, അതുകൊണ്ടാണ്. നമ്മളുടെ ഏകദേശം 2 വർഷമായി നമ്മൾ യുണീക്ക് ടോക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പൊ 2 ആഴ്ചയും കൂടെ ആയാലും 2 വർഷമായി അൽഹംദുലില്ലാ. അല്ലെ, അജ്മൽ ഫ്രം എറണാകുളം, മുംതഹ ഫ്രം കാലിക്കറ്റ്, ഹുസ്ന സാലിം ഫ്രം കണ്ണൂർ, ഹയ ഫാത്തിമ ഫ്രം മലപ്പുറം, പർവീൻ ഫ്രം കാലിക്കറ്റ്, ഷംന ഫ്രം മലപ്പുറം, റിഫ ഹബീബ് ഫ്രം കോഴിക്കോട്, ബുഷ്ര ഫ്രം കാലിക്കറ്റ്, ഷമീർക്ക ഫ്രം മലപ്പുറം, ഷമി നിഷാൻ ഫ്രം മലപ്പുറം, മുഫീദ ഫ്രം കാലിക്കറ്റ്, ഹാരിസ് ഫ്രം മലപ്പുറം, ലിത മാജിദ് ഫ്രം മലപ്പുറം, മുംതാസ് ഫ്രം ഇടുക്കി. ഇടുക്കി എന്നൊക്കെ ആൾക്കാരുണ്ടല്ലോ. സാജിദ് ഫ്രം കണ്ണൂർ, ഷഹീദ ഷഹീദ എന്നൊരാൾ വന്നിരുന്നു. ഏതായാലും സൂം യൂസർ പെരുന്ന, ഷഹനാസ് കാസർഗോഡ്, ഖാലിഫ് ഖാദർ സർ ഫ്രം മലപ്പുറം, പെരിന്തൽമണ്ണ. ഒരുവിധം ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഒരുപാട് ഒരുപാട് സന്തോഷം. ഒന്നുകൂടെ എല്ലാവരെയും ഈ സെഷനിലേക്ക്, നമ്മളുടെ 90ാമത്തെ യുണീക്ക് ടോക്കിലേക്ക് വെൽക്കം ചെയ്യാണ്. അൽഹംദുലില്ലാ. നമ്മള് ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മളും ഇതുവരെ നമ്മളുടെ ടീം ജുനു റസാഖ് ഫ്രം കാലിക്കറ്റ് ഉണ്ട്. ഓക്കെ, താങ്ക് യു മാം. സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടിട്ട് നമ്മളുടെ സ്റ്റുഡൻസും നമ്മുടെ ടീം മെമ്പേഴ്സും ഞാനും എല്ലാവരും കൂടാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുവരെ ഒരു ശനിയാഴ്ചയും മുടങ്ങാതെ പരിപാടികൾ നടക്കുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഇതിൽ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വേദിയാണ്. ചില സമയങ്ങളിൽ അത് മെൻ്റൽ ഹെൽത്ത് ആയിരിക്കാം, ചില സമയത്ത് അത് സ്പിരിച്വാലിറ്റി ആയിരിക്കാം, ചില സമയത്ത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആയിരിക്കാം. അങ്ങനെ തുടങ്ങിയിട്ട് ലൈഫിലെ പല ശീലങ്ങളെക്കുറിച്ചും ലൈഫിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ചില ആക്ടിവിറ്റീസും റിലേഷൻഷിപ്പും എല്ലാ രീതിയിലും സെഷൻസ് പോവാറുണ്ട്. അപ്പൊ ഇന്ന് ഷമീർക്ക വീഡിയോ മോഡൽ വന്നിട്ടുണ്ട്. താങ്ക് യു ഷമീർക്ക. ഒരാളെങ്കിലും ഉണ്ടല്ലോ നോക്കി കാണാൻ, സന്തോഷം, താങ്ക് യു. അപ്പോൾ ഷമീർക്ക നമ്മളുടെ യുണീക്നെസ് ഫെസ്റ്റിവലൊക്കെ വരുന്ന ആളാണ്. 5ാമത്തെ ഫെസ്റ്റിനൊക്കെ വന്നിരുന്നു. താങ്ക് യു. അപ്പോൾ ഇത് ഇന്നത്തെ ടോപ്പിക്ക് പോലെ തന്നെ ടോപ്പിക്ക് നീയത്ത് എന്ന അത്ഭുതം എന്നാണ് ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്. ഏറ്റവും ആൾക്കാർ സൂം യൂസർ ഇത് ഒന്ന് പേര് റീനെയിം ചെയ്യാം മാം. റിഫ മാം വന്നിട്ടുണ്ട്. നമ്മളുടെ ട്രെയിനേഴ്സ് ട്രെയിനിങ്ങിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ആളും കൂടാണ് റിഫ മാം. താങ്ക് യു. സൂം യൂസർ ഇത് എന്തായിരുന്നു പേര് പറഞ്ഞോളൂ, ഞാൻ റീനെയിം ചെയ്യാം. ഷഹീദ. ഒറ്റ മിനിറ്റ്. ഓക്കെ ഡാ, താങ്ക് യു. ഏതായാലും സന്തോഷം, താങ്ക് യു. അപ്പം നമ്മള് ഇന്ന് നീയത്തിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നതിന്റെ മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ശരീരമുണ്ട്, ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തലച്ചോറുണ്ട്, പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് മനസ്സ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൻ്റെയും പുറത്തുള്ളൊരു സംഭവമാണ് റൂഹ്, സോള് എന്നൊക്കെ പറയാറില്ലേ, ആത്മാവ് എന്നൊക്കെ പറയും. ഈ ആത്മാവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണ് നീയത്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ നീയത്ത് ക്ലിയറിങ്ങിനെ കുറിച്ചും നീയത്ത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ പറ്റുന്ന ചില അത്ഭുതങ്ങളെ പറ്റിയൊക്കെയാണ് ഇന്ന് സംസാരിക്കാൻ പോണത്. ഷഹനാസ് മാം വീഡിയോ മോഡിൽ വന്നിട്ടുണ്ട്. താങ്ക് യു. അപ്പോ ശരിക്കും ആദ്യം തന്നെ എനിക്ക് ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ വെച്ചാല് എല്ലാവരും ആ 4 തലങ്ങള്, ആ 3 തലങ്ങൾ എന്ന് വിചാരിക്കുക തൽക്കാലം. നമ്മളുടെ തലച്ചോറും ശരീരവും അടങ്ങുന്നതും, ഒന്ന് നമ്മളുടെ മനസ്സും, ഒന്ന് നമ്മളുടെ ആത്മാവും. ഈ 3ഉം കൂടെ ഒന്ന് അലൈൻ ചെയ്യുന്ന രീതിയിൽ നമ്മളിപ്പം എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള കണ്ടീഷനിലായിരിക്കും ഉണ്ടാവും കറന്റ്.
ഇപ്പം പല തിരക്കുകൾക്കിടയിലും കയറിയവരായിരിക്കാം, പല ഫാമിലി ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ തിരക്കിൻ്റെ ഇടയിൽ ജോലിയോ കഴിഞ്ഞ് പെട്ടെന്ന് ഓടി വന്ന ചില ആളുകളുടെ ഡ്രൈവിങ്ങിൽ പോലും കയറുന്ന ആൾക്കാർ പോലും ഉണ്ട്. അപ്പോൾ അത് ആ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഈ ഒരു നിമിഷത്തിലേക്ക് ഇവിടെ ഇരുന്നിട്ട് ഈ കേൾക്കുന്ന കാര്യങ്ങൾ എത്ര ചെറുതാണെങ്കിലും അതിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മനസ്ഥിതിയിലേക്ക് ഒരു കുട്ടിയുടെ മനസ്സോട് കൂടി നമ്മൾ എല്ലാ സമയത്തും പറയുന്ന ഒരു കാര്യമാണ്, 3 കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഒന്ന്, ചെറിയൊരു കുട്ടിയുടെ മനസ്സോട് കൂടി ഇരിക്കാൻ ശ്രമിക്കുക. കുട്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഏത് സെഷനും ഏത് ഓഫ്ലൈൻ പ്രോഗ്രാം ആയിക്കോട്ടെ ഓൺലൈൻ പ്രോഗ്രാം ആയിക്കോട്ടെ, ഫസ്റ്റ് നമ്മൾ പറയുന്ന കാര്യമാണ് കുട്ടികളുടെ മനസ്സ് എന്ന് പറയുന്നത് എന്ത് കാര്യങ്ങളും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാത്തത് ചോദിച്ച് പിന്നെയും പിന്നെയും ചോദിച്ച് യാതൊരു മടിയും കൂടാതെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ഇരിക്കാൻ ശ്രമിക്കാനുള്ളതാണ്. പിന്നെ നല്ല ഒരു മനുഷ്യനായിട്ട് ഒരു ഹ്യൂമൺ ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഒരു ജഡ്ജ്മെന്റൽ ഇതൊക്കെ പറയാൻ ഇപ്പൊ ഇയാൾ ആരാണ്, അപ്പൊ ഇനി ഇയാളെക്കാട്ടും അറിവ് എനിക്കുണ്ടല്ലോ, ആ ഒരു മോഡിലൊന്നും ചിന്തിക്കുന്നതിന് പകരം എനിക്ക് യാതൊരു അറിവില്ല, ഒരു അറിവില്ലാത്ത മനുഷ്യനാണ് സംസാരിക്കുക എന്നുള്ള ചിന്തകൾ കൂടിയിട്ട് ഒരു മനുഷ്യനായിട്ട് ജഡ്ജ്മെന്റൽ സ്റ്റേറ്റിൽ ഇരിക്കാതെ ഒരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ട്, ഒരു ചൈൽഡ് ലൈക്ക് ഹ്യൂമൻ ബീങ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഒരു എം ടി കപ്പ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. മീൻസ് നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് വീണ്ടും വെള്ളം ഒഴിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ നമ്മളുടെ മനസ്സെന്ന തലച്ചോറെന്ന ഹൃദയം എന്ന ആത്മാവെന്ന ഗ്ലാസ് ഒന്ന് എം ടി ആക്കി വെക്കാൻ ശ്രമിക്കുക. എന്നാലേ എന്തെങ്കിലും ഒരു കുറച്ച് വെള്ളമെങ്കിലും അതിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ഒരു നമുക്കറിയാലോ, ഈ പറഞ്ഞ ആത്മാവിനെയും ശരീരത്തിനെയും കണക്ട് ചെയ്യുന്ന ഏക കാര്യമാണ് നമ്മളുടെ ഈ ശരീരത്തിലുള്ളത്. ഒരു സാധനം നമ്മളുടെ ശരീരത്തിൽ നിന്ന് അങ്ങ് പോയാല് എന്തുണ്ടാവൂല, നമുക്ക് ഈ റൂഹും അല്ലെങ്കിൽ ഈ ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം മുറിഞ്ഞു എന്ന് മനസ്സിലാവും. അതെന്താണ്? നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആർക്കെങ്കിലും ഒന്ന് കമന്റിലോ അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമോ എന്ത് കാര്യമാണ് നമുക്ക് ഓരോ നിമിഷത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പക്ഷെ അത് കട്ടായി നമുക്ക് മനസ്സിലായി, നമുക്ക് നല്ല മറ്റുള്ളവർക്കും മനസ്സിലാവും എന്ത്, നമ്മളുടെ ആത്മാവ് വേറെ പോയിട്ടുണ്ട്, ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന്. അതെന്ത് കാര്യ? ബ്രീത്തിങ്. യെസ്, അമാനിമൻ പറഞ്ഞിട്ടുണ്ട്, ബ്രീത്തിങ് ആണ്. താങ്ക് യു. എന്താണ് ഗ്രോത്ത്? ആ, ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പം പൾസ് എന്ന് പറയുന്നത്, ഓക്കെ, ആ പൾസും ബ്രീത്തിങ്ങും ഒക്കെ കണക്റ്റഡ് ആണ്. അപ്പോൾ ആ ശ്വാസം എന്ന ഏറ്റവും വലിയ ഒരു നിയമത്തെ അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്താലോ? ജസ്റ്റ് ഒന്നും ചെയ്യണ്ട, ആദ്യം തന്നെ ഒന്ന് നല്ല കാമായിട്ടൊന്ന് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന സമയത്ത് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നത് മൂക്കിലൂടെയാണെന്ന് ഉറപ്പ് വരുത്തണേ. എന്നിട്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന സമയത്ത് ഒരു 3 വരെ എണ്ണ, ഉള്ളിലിങ്ങനെ എണ്ണ 1 2 3 എന്ന് ഉള്ളിലിങ്ങനെ കൗണ്ട് ചെയ്യുക. ഒരു 3 സെക്കൻഡ് കൗണ്ട് ചെയ്യുക. എന്നിട്ട് ആ ശ്വാസം എടുക്കൽ നിർത്തിയിട്ട് ഒരു 3 പ്രാവശ്യം കൗണ്ട് ചെയ്യുക. 1 2 3 ഉള്ളിൽ കൗണ്ട് ചെയ്യുക. ഇതേപോലെ ഒരു 3 പ്രാവശ്യം കൗണ്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് വിടുകയും ചെയ്യും. വായിലൂടെ പുറത്തേക്ക് വിടുക കേട്ടോ. ഞാൻ ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇത്ര സിമ്പിളാണ്, ഇത്രേ സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ശ്വാസം എടുത്ത് വിടുന്നുണ്ട്, അതൊന്ന് നമ്മളൊന്ന് അനോളജ് ചെയ്യാണ്. ഞാനത് സ്വീകരിക്കുന്നുണ്ട്, അതിനുള്ള നന്ദി എനിക്കുണ്ട് എന്നുള്ളൊരു ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ഒന്ന് അറിയിക്കുക. ഈ ശ്വാസം ഓരോ നിമിഷത്തിലും എടുക്കുന്നത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു ബ്ലെസ്സിങ് ആണ് എന്നുള്ള ചിന്തയോട് കൂടിയിട്ട്, ഈ ശ്വാസം എടുക്കാൻ സാധിക്കുന്നത് എൻ്റെ പടച്ചവനോട് ഞാൻ നന്ദി പറയുന്നു എന്നുള്ള ചിന്തയോട് കൂടിയിട്ട്, ഈ നിമിഷത്തിൽ എനിക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റുന്നതിന് നന്ദി, അൽഹംദുലില്ലാ എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് ഒന്നൊരു 5 പ്രാവശ്യം, ഓരോ പ്രാവശ്യവും 3 കൗണ്ട് ചെയ്തെടുക്കുക. അവിടെ എത്തിയിട്ട് 3 പ്രാവശ്യം കൗണ്ട് ചെയ്യുക. ഉള്ളില് താഴോട്ട് വിടുമ്പോഴും 3 കൗണ്ട് ചെയ്യുക. ദാറ്റ് മീൻസ് നമ്മൾ സാധാരണ എടുക്കുമ്പോൾ അങ്ങനെ എടുക്കുന്നതിന് പകരം ഒന്ന് സ്ലോ ആയിട്ട് ഒന്ന് റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. 5 പ്രാവശ്യം കേട്ടോ. 5 പ്രാവശ്യം കണ്ണടച്ചിട്ട് ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ and breathe out. Breathe in
Hold on and breathe out. അഞ്ചെണ്ണം സാവധാനത്തിൽ എടുത്ത് കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് യെസ് എന്ന് കമന്റ് ചെയ്തേ. കഴിഞ്ഞവർ മാത്രം കേട്ടോ. എന്തെങ്കിലും എന്തോ ഒരു സുഖം ഉണ്ട് അല്ലേ? ഒരു സാവധാനത്തിൽ 5 ശ്വാസമൊക്കെ എടുത്തപ്പോൾ നമ്മളിങ്ങനെ അറിയാതെ എടുത്തു പോണ കാര്യമാണ്. ഒരുപാട് ആൾക്കാർ ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞു. ഓക്കെ. ഒരു 5 പ്രാവശ്യം നമ്മൾ സാധാരണ കോൺഷ്യസ്ലി അല്ലാതെ അറിയാതെ ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മളത് അറിയക്കൊള്ള അത് അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്ത സമയത്ത് അതിന് കുറച്ചും കൂടെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യും. ചെറിയൊരു ചേഞ്ച്, ചെറിയൊരു റിലീഫ്. യെസ്, ഞാനും അത് ഇപ്പൊ ചെയ്ത സമയത്ത് എനിക്ക് ഒരു സ്പെഷ്യൽ, ഇപ്പൊ ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണെന്ന് അറിയില്ല, എന്തോ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് പൊതുവെ നീയത്ത് എന്ന് പറയുന്ന സമയത്ത് ചിലപ്പം നമ്മൾ പെട്ടെന്ന് സ്പിരിച്വലി ആണ് കണക്ട് ആവുക. പക്ഷേ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അത് വേറൊരു എന്താ ന്യൂറോ സൈക്കോളജിക്കൽ കാര്യമായിട്ടും അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ കാര്യമായിട്ടൊക്കെ ചിലപ്പോൾ ഒരു വേറൊരു രീതിയിൽ ചിലപ്പോൾ ആളുകൾ ചിന്തിക്കും. മാനിഫെസ്റ്റേഷൻ, നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യം ഇങ്ങനെ വലിച്ച് നമ്മുടെ ലൈഫിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക എന്നൊക്കെ പറയാറില്ലേ? ഇതേ പ്രോസസ്സിൽ ഇതേ സംഭവം തന്നെ നമുക്ക് നല്ല നീയത്ത് സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ശരിക്കും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പം അധികം ആളുകളും ഈ യൂണിവേഴ്സ് തരികയാണ്, ഈ ഭൂലോകം നമുക്ക് ഇങ്ങനെ ഇറക്കി തരും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നിടത്തോളം എല്ലാ യൂണിവേഴ്സും എല്ലാ സംഭവങ്ങളും സൃഷ്ടിച്ച നമ്മളെ പഠിച്ചവനാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് നൽകുന്നത് എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് ഫീൽ ചെയ്ത് കേട്ടോ. അപ്പൊ പലരും പല രീതിയിലായിരിക്കും അത്. പല ക്ലാസ്സുകൾക്ക് പോകുമ്പോഴും പല രീതിയിലാണ് ഈ മാനിഫെസ്റ്റേഷനെ കുറിച്ചൊക്കെ പറഞ്ഞ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഈ യൂണിവേഴ്സ് നമുക്ക് ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് നമ്മൾക്ക് യൂണിവേഴ്സ് ഇങ്ങനെ ഇറക്കി തരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ യൂണിവേഴ്സ് പോലും സൃഷ്ടിച്ചിട്ടുള്ള പടച്ചവനാണ്, ദൈവമാണ്, അള്ളാഹു ആണ് ഇത് നമുക്ക് എല്ലാ കാര്യങ്ങളും നൽകുന്നത് എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ വിശ്വാസത്തോളം ഉള്ളത് കേട്ടോ. അത് ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് അറിയോ, എൻ്റെ ലൈഫിൽ ഞാൻ ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഒരു അക്കൗണ്ടന്റ് ആയിട്ടും ഓഡിറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നായിരുന്നു UAE സമയത്ത്. അപ്പോൾ അവിടുന്ന് നാട്ടിൽ വന്ന സമയത്ത് ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി. പിന്നെ എന്താണ് ചെറിയൊരു ഒരു ഡെലിവറി ബോയ് ഒക്കെ ആയിട്ട് പറഞ്ഞു. ചില ആളുകൾക്കൊക്കെ ആ കഥ അറിയണ്ടാവും, പക്ഷെ അത് ഇപ്പം അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം പല ലൈഫിൽ പല സാഹചര്യങ്ങളോടെയും കടന്നു പോയതിന് ശേഷമാണ് ഒരു സമയത്ത് ചിന്ത വന്നത്, ഇങ്ങനൊക്കെ ലൈഫിൽ പല അനുഭവങ്ങളും വരുന്നതിൻ്റെ ഒരു റീസണ് ഞാൻ ആ ജീവനോടുള്ളതുകൊണ്ടല്ലേ. മീൻസ് ഞാൻ ആ ആക്സിഡന്റിൽ മരിച്ചു പോയിരുന്നെങ്കിൽ അതിന് ശേഷം വന്ന കാര്യങ്ങളൊന്നും ഞാൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു. അതിൻ്റെ കൂടെ ഞാൻ ചിന്തിച്ചൊരു കാര്യമായിരുന്നു, പിന്നെ പിന്നെ ആ ചിന്ത മാറി മാറി വന്നത്, എന്നെ ഇവിടെ ബാക്കിയാക്കിയതിന് എന്തോ ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാനിപ്പം ഇപ്പൊ ഒരു ആ ആക്സിഡന്റിന് ശേഷം ജോലി നഷ്ടപ്പെട്ടു, ആരോഗ്യം നഷ്ടപ്പെട്ടു, മൂക്കിന്റെ പാലം പൊട്ടി, അങ്ങനത്തെ കുറച്ച് മുഖത്തൊക്കെ ആയിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ജോലി പോയി, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഡിവോഴ്സ്ഡ് ആയി. അപ്പൊ നമുക്ക് പൊതുവെ നമുക്ക് 4 മേഖലകളെ കുറിച്ചാണ് മനുഷ്യന്മാർ പറയാറുള്ളത്. ഒന്ന് ആരോഗ്യമാണ്, ഒന്ന് നമ്മളുടെ കുടുംബ ബന്ധങ്ങളാണ്, ഒന്ന് നമ്മളുടെ കരിയറാണ്, ഒന്ന് നമ്മളുടെ സ്പിരിച്വാലിറ്റി, ആത്മീയതയാണ്.
ഈ നാലിനെയും ആ ഒരു ഇൻസിഡന്റ് എൻ്റെ ലൈഫിൽ ബാധിച്ചിരുന്നു. കുറച്ച് വർഷങ്ങളായി, ഇപ്പം അധികം അറിയാനൊന്നുമില്ല, ചെറിയൊരു പെൻഡ് മാത്രമേ ഉള്ളൂ, അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, ആ ഒരു ആക്സിഡന്റ് നടന്ന് ലൈഫ് മുന്നോട്ട് പോയ സമയത്താണ് എൻ്റെ ചിന്തിക്കുന്ന രീതി ഒന്ന് മാറ്റിയത്. അപ്പം ഞാൻ ഇവിടെ ഇപ്പം വെറുതെ ഇപ്പം സാധാരണ ഒരു മനുഷ്യൻ ജനിച്ച് വളർന്നു കഴിഞ്ഞാൽ പൊതുവേ ഉണ്ടാവുന്ന ഒരു പാറ്റേൺ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം ഏതെങ്കിലും ഒരു അച്ഛൻ്റെയും അമ്മൻ്റെയും മക്കളായിട്ട് നമ്മൾ ജനിക്കും. അവർ നമ്മളുടെ കാര്യങ്ങളൊക്കെ, നമ്മളെ സ്കൂളും കാര്യങ്ങളൊക്കെ അവർ നോക്കും. നമുക്ക് പാർപ്പിടവും ഭക്ഷണവും വിദ്യാഭ്യാസവും ഒക്കെ അവർ തരും. നമ്മൾ കുറച്ച് കഴിയുമ്പം നമ്മൾ കുറച്ചും കൂടി ഒരു ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്, നമ്മൾ ഡിഗ്രി പഠിച്ചാലോ ഇല്ലെങ്കിലൊക്കെ നമ്മളൊരു ജോലിയിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ നമ്മളുടെ ചെലവ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ തുടങ്ങും. പിന്നെ നമ്മളൊരു കല്യാണമൊക്കെ കഴിക്കും, ഒരു മക്കളുണ്ടാവും, പിന്നെ ഒരു വീട് പണി കാര്യങ്ങളൊക്കെ ലോണൊക്കെ എടുത്തിട്ട് ഒരു വീടൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് പിന്നെ ആ വീടും കുടുംബവും നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലായിരിക്കും ഒട്ടുമിക്ക ഫാമിലിയിലും ഉണ്ടാവുക. അപ്പോൾ തത്രപ്പാടെന്നല്ല, അത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അവിടെ ഒക്കെ നമ്മൾ ചിലപ്പം ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ ഒക്കെ നമ്മൾ ഈ ഭൂമിയിലേക്ക് വെറുതെ ഇങ്ങോട്ട് അയക്കപ്പെട്ടതല്ല. ഓരോ മനുഷ്യന്മാരുടെ ഉള്ളിലും വ്യത്യസ്തമായിട്ടുള്ള ചില കഴിവുകളും പേഴ്സണാലിറ്റിയും ഒക്കെ ഉണ്ട്. അത് ചില ആളുകൾക്ക് അത് കണ്ടെത്താനും അതിനനുസരിച്ച് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല ജോലിയോ ബിസിനസ്സോ ചെയ്യാനും, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല മനുഷ്യന്മാരെ സഹായിച്ചുകൊണ്ട് പണം സമ്പാദിക്കാനും, അതിലൂടെ കുടുംബം നോക്കാനും, കുടുംബം നോക്കുക എന്നുള്ളൊരു കാര്യം മാത്രമല്ലാതെ അതിൻ്റെ പുറത്തുള്ള സൊസൈറ്റിയിലേക്കും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാനൊക്കെ സാധിക്കാറുണ്ട്. പക്ഷെ ചില ആളുകളുടെ സാഹചര്യങ്ങൾ കാരണം അവർക്ക് അവരുടെ കഴിവുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനൊന്നും പറ്റാതെ ഏതെങ്കിലും ഒരു ജോലിയിലോ ബിസിനസ്സിലോ എത്തിപ്പെടും. പിന്നെ ലൈഫ് ലോങ് അതിങ്ങനെ എങ്ങനെങ്കിലുമൊക്കെ റോൾ ചെയ്ത് ഇങ്ങനെ എങ്ങനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ അതൊന്നും അല്ലാണ്ട് ശരിക്ക് നമ്മളെക്കുറിച്ച് ഓക്കെ ഓക്കെ സാജിക്ക, ഓക്കെ ശരി, വലൈക്കും സ്ലാം. അപ്പം നമ്മളെക്കുറിച്ച് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ കഴിവുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആ കഴിവുകളെ, ഇപ്പൊ ലോകത്തിലെ നമ്മളെ സ്പിരിച്വലി പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ജോലി എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഖുറാൻ പഠിപ്പിക്കലാണ്. ഖുറാൻ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആയത്തുകൾ പഠിപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ലൈഫിൽ എങ്ങനെ ആ കാര്യത്തെ, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യത്തെ എങ്ങനെ ലൈഫിൽ ഇംപ്ലിമെന്റ്, ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്താണെങ്കിലും, ഒരു കുടുംബ ബന്ധങ്ങൾ നോക്കുന്ന സമയത്താണെങ്കിലും, ഒരു ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും, നമ്മളൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ പോലും, എന്ത് കാര്യം നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ, ഇപ്പം ഭാര്യനെ ഒന്ന് അടുക്കളയിൽ പോയി സഹായിക്കുന്നതായിക്കോട്ടെ, ഒന്ന് മിറ്റടിച്ച് വരുന്നതായിക്കോട്ടെ, വീട് വൃത്തിയാക്കുന്നതായിക്കോട്ടെ, മക്കളെ നോക്കുന്നതായിക്കോട്ടെ, നമ്മളൊന്ന് വാഷ്റൂമിൽ പോകുന്നതായിക്കോട്ടെ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ, നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നതായിക്കോട്ടെ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾക്കൊരു നല്ല നീയത്തോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിലെല്ലാത്തിലും ഒരു പ്രത്യേകമായിട്ടുള്ള നമുക്കൊരു ഒരു സ്പെഷ്യൽ ഫീലിങ്ങും ഒരു സ്പെഷ്യൽ സന്തോഷവും, ഉള്ളിൽ എന്ത് തന്നെ പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് ഉള്ളിൽ ഒരു സമാധാനം ഫീൽ ചെയ്യും. നമ്മൾ സാധാരണ ഈ നീയത്തിനെ പറ്റി പറയുന്ന സമയത്ത് പൊതുവെ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷനോ അല്ലെങ്കിൽ ഒരു ഗോളോ ഒക്കെ എഴുതി വെക്കുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് ഇങ്ങനെ ഉള്ളിലൊരു സംശയം വരും. എങ്ങനെ, ഞാൻ എഴുതി വെച്ചത് നടക്കുമോ, ഒരു സംശയം എങ്ങനെ തോന്നും. ദാറ്റ് മീൻസ് അത് നമ്മൾ ഫുള്ളി തവക്കുലാക്കിയിട്ടില്ല എന്നുള്ളതിൻ്റെ, അത് എനിക്ക് പടച്ചോനായിട്ട്, ദാറ്റ് മീൻസ് ചിലപ്പോൾ നമ്മൾ പടച്ചോനെ കണക്ട് ചെയ്യാണ്ടായിരിക്കാം നീയത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്റൻഷനോ അല്ലെങ്കിൽ ഗോളോ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഇന്റൻഷൻ, ഈ നമ്മള് പടച്ചവന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണ്, ഖലീഫമാരാണ് എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് പടച്ചവൻ എന്തൊക്കെയോ ഇവിടെ ഭൂമിയിൽ ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് പല കാര്യങ്ങൾ, ഇപ്പം മനുഷ്യന്മാരുടെ മനസ്സിലൂടെ ഈ ഭൂമിയിലുള്ള നമ്മളുടെ ചുറ്റുപാടുള്ള നമ്മൾ ഇരിക്കുന്ന റൂമിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം, ഇപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഫോൺ ആയിക്കോട്ടെ, ഈ ഷർട്ട് ആയിക്കോട്ടെ, എന്ത് തന്നെ, കർട്ടന് അല്ലെങ്കിൽ ഈ വെട്ടുകല്ല്, അത് തേപ്പിനുള്ള സിമന്റ്,
പേപ്പർ, പെന്ന്, ബുക്ക് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പടച്ചവനാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷെ അത് പടച്ചവൻ നേരിട്ടിടുന്ന മോനെ ബുക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടു തന്നതല്ല. എന്താ ചെയ്തത്? മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് ചിന്തകൾ ഇട്ട് കൊടുത്തിട്ട് ആ ചിന്തകളെ സ്വീകരിക്കുന്ന മനുഷ്യന്മാരാണ് ഇത് പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്, അല്ലേ? അല്ലാതെ നേരിട്ട് വന്ന് ഒന്നും അറിയിട്ടില്ല. ഭൂമിയിലുള്ള എല്ലാ ചെറിയ മുട്ടുസൂചി മുതൽ ബുർജ് ഖലീഫ പോലുള്ള 1 കിലോമീറ്റർ നീളമുള്ള ബിൽഡിങ്ങുകൾ പോലും ഓരോ മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് വന്ന ചിന്തകളാണ്. അപ്പൊ ഈ ചിന്തകള് നമ്മൾ ഒരു റെപ്രസെന്റേറ്റീവായിട്ട് നമ്മൾ പടച്ചവൻ ഏൽപ്പിച്ചു തരുന്ന പല കാര്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുള്ള മനുഷ്യന്മാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പല കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ശരിക്കും നമ്മളുടെ കഴിവുകളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിന്റെ കാരണമാണ് ഞാൻ റീസൺ പറയാൻ കാരണം, ഞാൻ ആ കടന്നു പോയ ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയ സമയത്ത് ഞാനൊരു അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഉള്ള ഫീൽഡിലാണ് വർക്ക് ചെയ്യണേ. പക്ഷെ അത് പിന്നെ മാറി 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 ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് ചെറിയ രീതിയിൽ ട്രെയിനിങ്ങുകളും ഇതേപോലെ ഒരു പ്ലാറ്റ്ഫോം ബിൽഡിംഗ് പരിപാടികളാണ് ഇപ്പം നടന്നുകൊടുക്കുന്നത്. ഏത് ട്രെയിനർക്കും അവരുടെ ഫീൽഡിലുള്ള എക്സ്പെർട്ടീസും അത് നമ്മളുടെ പ്ലാറ്റ്ഫോം ത്രൂ ഒരുപാട് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിന് ശേഷമാണ് ആ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയതിനു ശേഷമാണ് എന്നെപ്പറ്റി പഠിക്കാനും എൻ്റെ 1, 2, 3 കാര്യങ്ങൾ ഒരു കോമ്പിനേഷനാണ്. എല്ലാ മനുഷ്യന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും. അതിൽ പെട്ട എൻ്റെ 2, 3 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയും. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മനുഷ്യന്മാരോട് പെരുമാറാനും അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവരുടെ വിഷമം പോലെ നമ്മളുടെ വിഷമം പോലെ മറ്റുള്ള ആൾക്കാരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സ്കില്ല്. അത് ചില ആളുകൾക്ക് അത് ജന്മനാ തന്നെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഉള്ളത് പറഞ്ഞാല് കുഴപ്പമില്ലാണ്ട് സംസാരിക്കാനുള്ള ചെറിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എബിലിറ്റിയാണ്. പിന്നെ ഉള്ളത് ആളുകളെ മാനേജ് ചെയ്യാനുള്ള ഒരു ഓർഗനൈസിങ് സ്കില്ലുണ്ട്. കുറച്ച് ചെറിയ രീതിയിൽ ഓർഗനൈസിങ് സ്കില്ലുണ്ട്. പിന്നെ വെച്ചാൽ നെറ്റ്വർക്കിംഗ് സ്കില്ലാണ്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ പ്രൊഫൈൽ എടുത്ത് നോക്കി കാണാം, പല ആളുകളെയും കൂടെയും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ. എന്താ സംഭവിച്ചാൽ അത് പടച്ചവൻ എനിക്ക് തന്നൊരു സ്കില്ലായിരുന്നു. ചെറുപ്പത്തിലേ ഭയങ്കര ഇപ്പം ഞാൻ പല പരിപാടികളിലും പറയുന്നതാണ്, ഇങ്ങനെ ഈ കല്യാണ വീട്ടിലൊക്കെ പോയാൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാൻ ഇങ്ങനെ ഓടി നടന്ന് ഭക്ഷണം വിളമ്പുകയും, കാരണം എനിക്ക് ആളുകളുടെ ഞാൻ എന്തെങ്കിലും ഭക്ഷണം കൊടുത്തിട്ടാണെങ്കിലും ഞാനൊന്ന് സലാം പറഞ്ഞിട്ടാണെങ്കിലും ഞാനൊന്ന് ചിരിച്ചിട്ടാണ് എന്തെങ്കിലും രീതിയിൽ ആളുകളുടെ ഒരു ചിരി കാണാൻ പറ്റുക എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആളുകളുടെ ചിരി എന്ത് രൂപത്തിലാണെങ്കിലും, അത് ഞാനൊരു പരിപാടി നടത്തിയിട്ടാണെങ്കിലും ഞാൻ എന്തെങ്കിലും ക്ലാസ് കൊടുത്തിട്ടാണെങ്കിലും എന്തെങ്കിലും രീതിയിൽ ആ ചിരി കാണുക എന്നുള്ളത് ചിലപ്പം അവരുടെ വിഷമങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുള്ള ഒരു ചിരിയായിരിക്കാം, ഒരു ഉള്ളിലുള്ള ഒരു ചിരിയായിരിക്കാം. അപ്പൊ ആ ഒരു സംഭവം മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പടച്ചവൻ തന്നിട്ടുള്ള ആ കഴിവുകളുടെ ഒരു കോമ്പിനേഷൻ ചിന്തിച്ച സമയത്താണ് ഒരു ഇവന്റ് ഓർഗനൈസ് ചെയ്യാന്നുള്ളത് ചെറുപ്പത്തിലേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ആളുകളെ മാനേജ് ചെയ്യാന്നുള്ളത് ചെറിയ രീതിയിൽ ആദ്യം ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ ഒരാളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവരുമായിട്ട് ലൈഫ് ലോങ് ബന്ധം പുലർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്കില്ലുണ്ട്. സ്കില്ല് മീൻസ് അത് പഠിച്ചോണ്ട് തന്നെ എന്തോ എന്താണ് അതിൻ്റെ കാമ്പ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരാളോട് ഒരിക്കലും പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് ലൈഫ് ലോങ് ഒരു കണക്ഷൻ ഞാനിങ്ങനെ ചെറിയ എപ്പോഴും പോയിട്ട് വെറുപ്പിക്കുക അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു എന്തെങ്കിലും ഇതൊക്കെ അയച്ചിട്ട് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റാറുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ ഈ കോമ്പിനേഷൻ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് അതിലേക്കൊരു നീയത്തും കൂടി അങ്ങ് കൊടുത്ത് അത് ഐഡന്റിഫൈ ചെയ്ത സമയത്ത് അതിലേക്കൊരു നീയത്തും കൂടെ കൊടുത്ത് എന്ത് പരിപാടിക്ക് ആര് ജോയിൻ ചെയ്താലും അതിലെവിടെങ്കിലും ഒരു ഖുറാനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പഠിപ്പിച്ചിരിക്കും. ദാറ്റ് മീൻസ് ഞാൻ തന്നെ പറഞ്ഞോളന്നില്ല, ഞാൻ കൊണ്ടുവരുന്ന ആളുകൾ സംസാരിച്ച് പറഞ്ഞാലും മതി. അവിടെ പടച്ചവനെ പറ്റിയുള്ള ഒരു ചിന്ത കൊടുത്തിട്ട് ഇതേപോലെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള കഴിവുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റുള്ള മനുഷ്യന്മാരെ സഹായിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ള രീതിയിൽ ചിന്തിപ്പിക്കുക എന്നുള്ള സംഭവം ഉണ്ടല്ലോ, ആ ഒരു ടാസ്കിലേക്ക് ഞാൻ വന്നതിന് ശേഷമാണ് ഇന്നമാൽ ഉസ്രി യുസ്ര. ഓക്കെ, അപ്പൊ ആ ഒരു ടാസ്കിലേക്ക് വന്നതിന് ശേഷമാണ് ഒരുപാട് ഞാൻ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള പല പല വ്യത്യാസങ്ങൾ ഇങ്ങനെ
വരാൻ തുടങ്ങിയത്. ഇപ്പം എനിക്ക് യാതൊരു ഒരു 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 ബന്ധമില്ലാത്ത ഫീൽഡാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഞാൻ പഠിച്ചത് ബികോം എംകോം ഒക്കെ ആണ് ആ സമയത്ത്. പിന്നാണ് സൈക്കോളജിയിലേക്കും ഈ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ജോലി നിർത്തി പോരുന്ന സമയത്ത്, ഞാൻ നാട്ടിലേക്ക് പോരുമ്പോൾ ഞാൻ ചെറിയ രീതിയിൽ 1-2 വർക്ക്ഷോപ്പുകൾ ഓൺലൈനായിട്ട് ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ, അവിടെ ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബിൽ കുറച്ച് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ചെറുങ്ങനെ രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ എനിക്ക് ഫുള്ളി ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഉള്ളിലൊരു ഇത് വന്ന്, മോനെ ഇനി ഇറങ്ങിക്കോ, ഉള്ളിൽ നിന്ന് ആരോ ഒന്ന് പറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ എന്താണ്, ഭൂമിയിൽ ഒരു കാര്യങ്ങളും പടച്ചവൻ നേരിട്ടല്ല, മനുഷ്യന്മാരുടെ മനസ്സിലൂടെയാണ് ഓരോ കാര്യങ്ങളും നടത്തുന്നതെന്ന് പറഞ്ഞല്ലോ. ഇതേപോലെ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു തോട്ടാണ്, ഈ നാട്ടിലേക്ക് പോയിക്കോ, ബാക്കിയൊക്കെ ഞാൻ തരും. നമ്മൾ തവക്കൽത്തു അലല്ലാ, തവക്കുലായിട്ട് ഏൽപ്പിച്ചിട്ടായിട്ട് ഇറങ്ങിയ സമയത്ത് പിന്നെ സംഭവിച്ച ഓരോ കാര്യങ്ങളും, ലൈഫിൽ വന്നിട്ടുള്ള ഓരോ അനുഭവങ്ങളും, ഞാനിങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾ മെല്ലെ മെല്ലെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ ലൈഫിലേക്ക് ഞാൻ ഏതോ ഒരു സ്റ്റോറിയോ സ്റ്റാറ്റസോ എൻ്റെ ലൈഫിലെ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് അത് കണ്ടിട്ട് തസ്നീബാനു എന്ന് പറഞ്ഞൊരു മാം എന്നെ കണക്ട് ചെയ്ത് അങ്ങനെ സംസാരിച്ച സമയത്ത് മാമും സപ്പോർട്ട് ചെയ്തിരാന്നൊക്കെ പറഞ്ഞു. മാം വന്ന് ട്രെയിനറൊന്നും അല്ല കേട്ടോ, മാം സപ്പോർട്ട് ചെയ്തരാന്ന് പറഞ്ഞു. മാമിന്റെ ത്രൂ മാമിന്റെ ഒരു ഫ്രണ്ട് ഫൈറൂസ റാലിയ എന്ന് പറഞ്ഞിട്ടുള്ള അവരും കൂടെ ടീമിലേക്ക് വന്നു. ഇപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുക, ഞാൻ ഇങ്ങനെ ഒരു ടീമിനെയോ അല്ലെ എന്നെ സഹായിക്കാനുള്ള ആൾക്കാരൊന്നും ഞാൻ കണ്ടെത്തിയിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത അവസരക്ക് ഞങ്ങൾ തുടങ്ങിക്കോളി പരിപാടി, ഞങ്ങളും ഉണ്ട് കൂടാന്നൊക്കെ പറഞ്ഞ് അവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. മെല്ലെ മെല്ലെ പരിപാടികൾ ഓപ്പൺ ആയി. പിന്നെ ഒരു 5 ബാച്ചൊക്കെ ആയപ്പോഴേക്ക് വെറുതെ തസ്നീം മാം ചോദിച്ചതാണ്, ഓപ്ഷനിൽ നമ്മളിപ്പോൾ ഏതായാലും 4 ബാച്ച് ഇതൊക്കെ ഓൺലൈൻ ഒക്കെ നടത്തിയല്ലോ, നമ്മളൊരു ഓഫ്ലൈൻ നടത്തി നോക്കിയാലോ. അങ്ങനെയാണ് എന്ത് പേരിടും, നമ്മൾ യുണീക്നെസ് ഓൺലൈൻ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഓൺലൈൻ പരിപാടികൾ നടത്തുന്നത്. അപ്പോൾ എന്ത് പേരിടുന്നു ചോദിച്ചപ്പോൾ ഇപ്പം പല പല പേര്, ഇപ്പം ഈ മൈൻഡ് വാലി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അപ്പോൾ അവരൊക്കെ നടത്തുന്ന ഒരു പ്രോഗ്രാമിന്റെ പേരാണ് AFest. അവർ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ആ ഫെസ്റ്റ് എന്നുള്ള ഇങ്ങോട്ട് എടുത്തിട്ട് ഞങ്ങളുടെ യുണീക്നെസ് ആയിട്ട് ആഡ് ചെയ്താൽ യുണീക്നെസ് ഫെസ്റ്റ്, വെറുതെ ഒരു പേര് അങ്ങോട്ട് ഇട്ട് അത് ഒറ്റൊന്നും നടത്താന്നേ വിചാരിച്ചുള്ളൂ. അന്ന് അങ്ങനെ ഒരു ചെറിയൊരു ഇവന്റ് നടത്തി. കുറച്ച് ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷെ അൽഹംദുലില്ലാ അത്ര ആളുകൾ വന്ന്. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോ അത് ഒന്നും കൂടെ ചെയ്യിക്കാലോ എന്നൊരു തോട്ട് വന്ന്. ഇപ്പം നമ്മൾക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും വന്ന ആളുകൾക്ക് എന്തൊക്കെയോ ചില മാറ്റങ്ങളും കാര്യങ്ങളും അവർ പിന്നെ മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകുമ്പം എടുക്കുന്ന ചില ആക്ഷനുകളിലൊക്കെ വ്യത്യാസം ഉണ്ടെന്നൊക്കെ കേട്ട സമയത്ത് രണ്ടാമത് ഒന്നും കൂടെ നടത്തി നോക്കിയാലോ എന്നുള്ള ചിന്ത വന്ന് അത് ആദ്യത്തെക്കാട്ടിലും ഉഷാറായിട്ട് പരിപാടികൾ നടന്ന് അൽഹംദുലില്ലാ. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് പിന്നെ നമ്മൾ യൂണിക് ടോക്ക് ഒക്കെ ആ സമയത്ത് തുടങ്ങിയതാ. ഇതേപോലെ നമ്മളുടെ ഫാത്തിമ മിസ്ന നമ്മളെ ടീമിലേക്ക് വന്ന്, മുർഷ ടീമിലേക്ക് വന്ന്, റിഫ ടീമിലേക്ക് വന്ന്, ഷാന മാം, സാബിക്ക മാം, അങ്ങനെ ഓരോരുത്തരും ടീമിലേക്ക്, ഇതൊക്കെ അതിന്റെ ഇടയിൽ ഇങ്ങനെ നടക്കുക കേട്ടോ, ഒറ്റയടിക്ക് വന്നതല്ല. ഓരോരോ ഭാഗമായിട്ട് ഞാൻ ആരെയും ഇതുവരെ ഹയറിംഗ് എന്നുള്ള പോസ്റ്റോ സ്റ്റോറിയോ ഒന്നും ഞാൻ ഇട്ടില്ല. പക്ഷേ ഓരോ സാഹചര്യങ്ങളിലൂടെ ചില ആൾക്കാർ നമ്മളെ സ്റ്റുഡൻസ് തന്നെ നമ്മളെ ടീമായിട്ട് മാറുന്നതാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാല്, ഓരോ പ്രോഗ്രാം നടത്താൻ ഞാൻ വിചാരിക്കും, ചില കയ്യിൽ ആദ്യമൊന്നും പൈസ ഉണ്ടാവില്ല. ഇത് നടത്തണമെങ്കിൽ കുറച്ച് പൈസ വേണമല്ലോ, ഹോള് ബുക്ക് ചെയ്യണം, പല അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ഞാൻ പോലും അറിയാതെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പടച്ചവൻ ആരെങ്കിലുമൊക്കെ ത്രൂ സഹായിച്ചിരും. പരിപാടി നടത്താനുള്ള പൈസ ഏതെങ്കിലും രീതിയിലും ഇങ്ങനെ എത്തിച്ചേരും. അപ്പൊ ഞാൻ അങ്ങനെ ഇവിടുത്തെ എങ്ങനെ നടക്കണ പരിപാടികൾ, എന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും പരിപാടി നടക്കണം എന്നുള്ളത് പടച്ചോൻ തീരുമാനിച്ചാണ്. അപ്പൊ പടച്ചോൻ തീരുമാനിച്ചൊരു കാര്യത്തിലേക്ക് ശരിക്ക് നമ്മൾ, ചില ആളുകൾ പറയും എനിക്ക് ജീവിതത്തിൽ ഭയങ്കര ക്ലാരിറ്റി ആണെന്ന് പറയും. പക്ഷെ ഞാൻ മനസ്സിലാക്കി എന്തറിയോ, ഒരു മനുഷ്യന്മാർക്കും 100% ക്ലാരിറ്റി ഉണ്ടാവില്ല. ഓലത് എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പറയും അതൊക്കെ ഞാൻ ആദ്യം കണ്ടതായിരുന്നു, ഇങ്ങനെ തന്നെ വേണം എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല. ശരിക്കും 100% ക്ലാരിറ്റി പടച്ചവന് മാത്രമേ ഉണ്ടൂ. എന്ത് കാര്യത്തെ പറ്റിയും 100% ക്ലാരിറ്റി എന്ത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും 100%ത്തിലേക്ക് നമ്മളുടെ ക്ലാരിറ്റി എത്തിക്കാൻ നമുക്ക് പറ്റൂല. അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യമല്ല, നമ്മളിലൂടെ പടച്ചവൻ നടത്താൻ തീരുമാനിച്ച കാര്യങ്ങൾ നടത്തിപ്പുകാരനായിട്ട് ഒരു ചാനലായിട്ട് നമ്മൾ നടുവിൽ നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കറിയോ,
പിന്നെ ഫുൾ അത്ഭുതങ്ങളാണ്. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പല പല പ്രോഗ്രാം. ഇപ്പം നമ്മളൊരു ഗ്രോത്ത് എക്സ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ബ്രാൻഡ് ന്യൂ പ്രോഗ്രാം, യുണീക്ക് എക്സ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. അതൊക്കെ ഇതിങ്ങനെ നടന്നു പോകുമ്പോൾ ഓരോന്ന് അതും നിന്നെ കൊണ്ട് പറ്റുമല്ലോ. ഇപ്പം ഇന്നലെ നമ്മളുടെ ഗ്രോത്ത് എക്സിൽ സമീർ ജി പി എന്ന് പറഞ്ഞ എൻ്റെ ഒരു മെൻറ്റർ ഉണ്ട്, യു ഐ ബേസ്ഡ് ആയിട്ടുള്ള. സാറ് വന്നപ്പോൾ സെഷനിൽ സാർ ഇങ്ങനെ പറഞ്ഞു, ഈ ക്ലാരിറ്റി എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ നമ്മൾ ഈ ഡോട്ടുകൾ കണക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ സംഭവം ശരിക്ക് നമ്മൾ ഫ്യൂച്ചറിലേക്കല്ല, നമ്മളുടെ പാസ്റ്റിലേക്ക് നോക്കുന്ന സമയത്താണ് അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓരോ സാഹചര്യങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ശരിക്കും നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് ഡോട്ടുകൾ കണക്ട് ചെയ്ത് പോകും. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള ഒരു ഐഡിയ എന്തിൽ നിന്ന് കിട്ടും? നമ്മൾ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടും. അപ്പൊ അതൊക്കെ ശരിക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് സംസാരിച്ച സമയത്ത് ശരിക്കും ഇതേപോലെ തന്നെ സാർ പറഞ്ഞ വേറൊരു കാര്യമായിരുന്നു, നമ്മൾ എന്തൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മൾ നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നമ്മളുടെ ഉള്ളിലെ നമ്മളെക്കുറിച്ചുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. ഇപ്പൊ എനിക്ക് ഇത്ര വലിയ ബിസിനസ് ചെയ്യണം, ഇത്ര ആളുകൾക്ക് ജോലി കൊടുക്കണം, ഇത്ര നല്ല രീതിയിൽ എനിക്ക് ആളുകളെ സെർവ് ചെയ്യണം, സഹായിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും ഉള്ളില് എനിക്ക് അതിനൊക്കെ പറ്റൂലല്ലോ, ഞാനൊരു അക്കൗണ്ടന്റ് അല്ലേ, എനിക്ക് ഇങ്ങനെ പറ്റുക. ആ രീതിയിൽ ഞാൻ എന്റെ കേസാ ഞാൻ പറഞ്ഞിട്ടോ. അങ്ങനെ ഞാൻ അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പം നിങ്ങളെ മുന്നിൽ ഇന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, ദാറ്റ് മീൻസ് ഇപ്പം 45 ആളാണെങ്കിലും ഇവിടെ 45 ആള് വരണമെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുറെ ആളുകൾ നമ്മൾ അറിയുന്ന ആൾക്കാരാണ്. ഹയ ഉണ്ട്, ഷമീർ ഖാൻ ഉണ്ട്, നിസാർ ഖാൻ ഉണ്ട്, ഒരുപാട് അറിയുന്ന കാരിഫ് ഖാദർ ഖാൻ ഉണ്ട്, ദൗല മാം, ഹസീന മാം, ഒരുപാട് ആൾക്കാർ, ഇല്യാസ് ഖാൻ ഉണ്ട്, ഒരുപാട് ആൾക്കാർ നമ്മൾ അറിയുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ബന്ധം കീപ്പ് ചെയ്യാനൊക്കെ പറ്റിയത് അന്ന് എല്ലാം തികഞ്ഞിട്ട് തുടങ്ങാന്നുള്ള രീതിയിൽ നിൽക്കുന്നതിന് പകരം അന്ന് ഉള്ളത് വെച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ ഡെവലപ്പായി വന്നതാണ്. ഇതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും. ആ ആഗ്രഹങ്ങള് നമ്മളൊരു ചാനലായിട്ട് നിൽക്കുക എന്നുള്ള രീതിയിൽ നിന്നുകൊണ്ട് നമ്മളല്ല ഇതൊന്നും നടത്തുന്നത്, നടത്തേണ്ട ആൾ ഇതൊക്കെ നടത്തി തരും. പക്ഷെ നമ്മൾ എടുക്കേണ്ട ചില ആക്ഷൻസ് ഉണ്ടാവും. ആ ആക്ഷൻസ് ഞാൻ എന്തായാലും എടുക്കും, ചെയ്തിരിക്കും എന്നുള്ളൊരു തോട്ടോട് കൂടിയിട്ട് നമ്മൾ എന്ത് കാര്യം തുടങ്ങിക്കഴിഞ്ഞാലും നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും ഓരോ കാര്യങ്ങളും. ഞാൻ എന്നോ ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ എഴുതി വെച്ച കാര്യമാണ് ഒരു പ്ലാനർ, ദാറ്റ് മീൻസ് സ്വന്തമായിട്ട് എൻ്റെതായിട്ടുള്ള ഒരു പ്ലാനർ ചെയ്യണമെന്ന്. അത് പക്ഷെ എന്നോ ഞാനിങ്ങനെ എൻ്റെ നോട്ട്സിൽ എൻ്റെ ഫോൺ ഞാൻ എഴുതി വെക്കുന്ന ആളാണ്, എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്ന ആളാണ്. ഒരു 10 വർഷം, ഏകദേശം 9 വർഷം കഴിഞ്ഞ്. അപ്പോൾ അതിലിങ്ങനെ എന്നോ എഴുതി വെച്ച, പക്ഷെ അത് പെട്ടെന്ന് ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് അത് ലൈഫിലേക്ക് അതിന്റെ സമയമായപ്പോൾ അത് എത്തി. അത് ഒരു രാവിലെ സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നും അറിയില്ല, രാവിലെ നമ്മൾ സുബഹിയൊക്കെ നിസ്കരിച്ച അല്ലെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മളുടെ ചിന്ത ഭയങ്കര പവർഫുൾ ആയിരിക്കും. ചില ആൾക്കാർക്ക് അത് രാത്രി ആയിരിക്കും, ചില ആൾക്കാർക്ക് അത് ഏർലി മോർണിംഗിൽ ഭയങ്കര നമ്മൾ പോലും ചിന്തിക്കാത്ത, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭൂമിയിലേക്ക് എല്ലാ കാര്യങ്ങളും മനുഷ്യന്മാരുടെ മനസ്സിലൂടെയാണ് വരുന്നതെന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ പോലും ഇതുവരെ ചിന്തിക്കാത്ത രീതിയിലുള്ള തോട്ടുകളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒഴുകുന്നത് കാണാം. ആ നമ്മൾ സോൾഫുൾനെസ് എന്നൊക്കെ പറയല്ലോ, നമ്മൾ ഓരോ നിമിഷത്തിലും നമ്മൾ നമ്മളുടെ ആത്മാവ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കും. അത് എവിടെ ഇപ്പൊ ഒരു പുറത്തൂടെ നടന്നു പോവാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായമാണ് എന്തെങ്കിലും രീതിയിൽ, ചിലപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, ഒന്ന് കൈ പിടിച്ചു കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടെടുത്ത് മാറ്റി കൊടുക്കുന്നതായിരിക്കാം. അങ്ങനെ നമ്മൾ ഏതിൽ നടന്നു പോകുമ്പോഴും പടച്ചവൻ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര രസാ ജേണി. നമുക്ക് എന്ത് ഫെയിലിയറുകൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, ഓ ഇത്ര നഷ്ടം വന്നല്ലോ, ഇത്ര പ്രശ്നങ്ങൾ വന്നല്ലോ, ഇനിയിപ്പോ എന്നെ കൊണ്ട് എങ്ങനെയാ പറ്റുക, ഞാനിപ്പം വിചാരിച്ചാൽ ഇന്ത്യയിൽ പൈസയൊന്നും ഇല്ലല്ലോ, അപ്പൊ ഞാൻ എങ്ങനെ അതൊക്കെ ചെയ്യാ, ആ രീതിയിലൊക്കെ എഴുതി വെക്കുന്നതിന് ആ രീതിയിലൊക്കെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ശരിക്കും ഒരു ഉംറക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഉംറക്ക് പോകുമ്പോൾ പല നിയത്ത് വെച്ചിട്ടാ പോവാ. ചില ആളുകൾ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോകുക. പക്ഷെ ചില ആളുകൾ പടച്ചവന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചു പോകുന്നവരുണ്ടാവും. പടച്ചവന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചു പോകുന്ന ആൾക്കാർക്ക് എന്താ സംഭവിക്കറിയോ? പടച്ചവന്റെ പ്രീതിയും കിട്ടും, അവരെന്നോ ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യും.
അവർ പോലും അറിയാതെ അവരുടെ ലൈഫിലേക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിലൂടെ അതിനനുസരിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ ഇട്ടുതരും. ആ ചിന്തകൾ വിശ്വാസത്തോടു കൂടി ഏറ്റെടുക്കുന്ന സമയത്ത് ആ ചിന്തകൾ നടപ്പിലാക്കി എടുക്കാനുള്ള ഒരു ശക്തി പടച്ചവൻ ഇങ്ങനെ ഓരോ സമയത്തും നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇതിലുള്ള ഒരു കാര്യമാണ്, നമ്മൾ കറക്റ്റ്, നമ്മളുടെ നീയത്ത് കറക്റ്റ് ആണ്, തവക്കുല് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് സംശയങ്ങൾ കുറവായിരിക്കും. എങ്ങനാ, ഇതിപ്പോ എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇതിപ്പോ ഞാൻ നേരത്തെ കുറച്ചു നേരത്തെ നമ്മളിവിടെ ഉള്ള ഇല്യാസ്ഖാനെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ ഇല്യാസ്ഖ ഒരു എക്സാമ്പിൾ പറഞ്ഞെനിക്ക് വല്ലാതെ കണക്ട് ആയി. എന്താ അറിയോ, ഒരാളിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഒരാളിങ്ങനെ പ്രാർത്ഥിക്കുക, എനിക്കൊരു 25,000 രൂപ വേണമെന്ന്. അത് കിട്ടും എന്നുള്ളൊരു വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു സംശയം വന്ന്. അപ്പൊ ആള് പ്രാർത്ഥിച്ചിരുന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് അയാൾക്ക് എന്ത് തോന്നിയെന്നറിയോ, ആരോടെങ്കിലും കടം ചോദിച്ചു നോക്കാം, കടം ചോദിച്ചാൽ കിട്ടും. അപ്പൊ അയാൾക്ക് ആ പൈസ കിട്ടിട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോണ്ട് അയാൾ ഒരു കുറിയിൽ കൂടിയിരുന്നു. ആ കുറി അടിച്ചിക്കെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ മെസ്സേജ് വരുന്നു. അപ്പൊ അയാൾ 25,000 കുറിയാണത്. എന്നോ കൂടിയതാ. അയാൾക്ക് ഒരു ഉറപ്പില്ല അന്ന് കിട്ടുമോ കിട്ടൂല. പക്ഷെ ഇയാള് പ്രാർത്ഥിച്ച കാര്യം നടക്കുകയും ചെയ്തു. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ വേറൊരു കടം വാങ്ങാന്നുള്ള രീതിയിൽ അല്ലാതെ തന്നെ ആ പൈസ അവരുടെ ലൈഫിലേക്ക് എത്തിക്കണം എന്ന് പടച്ചാൻ വിചാരിച്ചപ്പോൾ അത് നടന്നു എന്നുള്ളൊരു സംഭവമേ നമ്മൾ പോലും വിചാരിക്കാതെ ചില സമയത്ത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ഫാമിലിയിലൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടമോ പെട്ടെന്ന് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി ഒക്കെ വന്നാൽ സാധാരണ നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു 5 ലക്ഷം വേണമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുക, എന്തറിയോ, ഇതിപ്പോ ആരോടാ ചോദിക്കുക പഠിച്ചോനെ, ഓനോട് ചോദിച്ചാ അപ്പം ഈ മോശമാണ്, മറ്റവനോട് ചോദിച്ചാൽ ഇപ്പോ കിട്ടുമോ, ഓൻ്റെ കയ്യിൽ ഉണ്ടാവോ. അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാളോട് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ ചെല്ലും. പക്ഷെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാല് പുരികം വായക്കറിയ, സോറി. അപ്പൊ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ എല്ലാ കഴിവുകളും അങ്ങോട്ട് പുറത്തിറക്കിയിട്ട് അവിടെ ആക്ഷൻ എടുക്കാൻ തുടങ്ങും. ഏതൊക്കെ വഴികൾ സ്വീകരിക്കാൻ പറ്റുമോ നമ്മൾ എങ്ങനെങ്കിലും ആ പൈസ അറേഞ്ച് ചെയ്തിരിക്കും, ഉറപ്പാണ്. ആരെ വിളിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്തിട്ടാണ്. ഇതാണ് നമ്മൾ തവക്കുലാക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ 100% നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയും കൂടി ചെയ്യാന്നുള്ളൊരു സംഭവമുണ്ട്. പിന്നെ ചില ആൾക്കാർ പറയും, ഞാൻ തവക്കുലാക്കിയതാണ്, എനിക്ക് ഇന്ന രീതിയിൽ ഒരു നല്ല ട്രെയിനർ ആവണം, അല്ലെങ്കിൽ ഒരു ഒരു ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു നല്ല പബ്ലിക് സ്പീക്കർ ആവണം എന്നൊക്കെ പറയും. എന്നിട്ട് അവർ പറയും, അവരെന്താ ചെയ്യാന്നറിയോ, ഒരു നല്ലൊരു ഫോണൊക്കെ കിട്ടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങാം, കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് എടുത്തു തുടങ്ങാം. പക്ഷെ തവക്കുലാക്കിയ ആൾക്കാർ എന്താ ചെയ്യാന്നറിയോ, ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് എന്ത് ആക്ഷൻ ആണോ എടുക്കാൻ പറ്റുക, ഉള്ള കാര്യങ്ങൾ വെച്ചോണ്ട്, പുതിയ ഫോണോ പുതിയ സർട്ടിഫിക്കേഷനോ ഒന്നും വെയിറ്റ് ചെയ്യൂല, എല്ലാ സൗകര്യങ്ങൾ വെച്ചിട്ട് അവരെ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും സഹായം ചോദിക്കും, സഹായം മീൻസ് ഫിനാൻഷ്യലി അല്ല, എന്തെങ്കിലും അഡ്വൈസ് ചോദിക്കുന്നതായിരിക്കും. അപ്പൊ തന്നെ എടുത്ത് വിളിക്കും. നാളെ ചെയ്യാന്നുള്ള നീട്ടി വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഫസ്റ്റ് തന്നെ സ്റ്റെപ്പ് എടുക്കാൻ റെഡി ആയിരിക്കും. ആ ഒരു മോഡില് എല്ലാ സമയത്തും നമുക്ക് ഈ രീതിയിൽ പടച്ചവനെയും കൂടി നമ്മള് സന്തോഷിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്മാരുടെ വിഷമം അകറ്റിയിട്ടോ എന്തെങ്കിലും രീതിയിൽ അവരുടെ ടൈം സേവ് ചെയ്യാനുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകളോ, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റുള്ളവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സഹായമോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ സർവീസ് ആണ് ഞാൻ ചെയ്യുന്നത്, ഒരു എല്ലാ കാര്യങ്ങളും ഒരു ഇബാദത്ത് എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര രസമാണത്. ശരിക്കും ബിസിനസ് ആണെങ്കിൽ പോലും അതിലൊരു എൻജോയ്മെന്റ് കണ്ടെത്താൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ നമുക്കൊരു സാക്രിഫൈസ് പോലെ ഫീൽ ചെയ്യൂല. അപ്പം ഭാര്യക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന ആയിക്കോട്ടെ, എല്ലാം നല്ല നീയത്ത് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര, ഭർത്താവിനെ സഹായിക്കുന്ന ആയിക്കോട്ടെ, ഭക്ഷണം മക്കൾക്കും വീട്ടുകാരും ഭക്ഷണം കൊടുക്കണ ആയിക്കോട്ടെ, എന്ത് കാര്യവും നല്ലൊരു നീയത്തോട് കൂടിയിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സമാധാനവും സന്തോഷവും നമുക്ക് നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള റിസൾട്ടുകൾ നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന ഞാൻ പറയാൻ കാരണം, ഇപ്പൊ ഈ യുണീക്നെസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാം സ്റ്റാർട്ടായി. അതിങ്ങനെ മെല്ലെ മെല്ലെ 15 ആള് വന്ന്, ഫസ്റ്റ് 30 ആള്, രണ്ടാമത്തത് മൂന്നാമത്തത് 100 ചില്ലറ, 110 120 നാലാമത്തത്, ആ രീതി ഓരോന്നും ഇങ്ങനെ
നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ ഗ്രോ ആയി വരികയാണ്. പക്ഷെ അതൊക്കെ എങ്ങനെ എത്തിപ്പെട്ടത്? ഉള്ളത് വെച്ച് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടല്ലേ? അന്ന് ഒരു ഇങ്ങനെ പരിപാടികൾ നടത്താനുള്ള അറിവോ അതെങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നുള്ള സ്കില്ലോ ഒരാൾക്കാരുമായിട്ടുള്ള ബന്ധമോ ഒന്നുമില്ല അന്ന്. പക്ഷെ ഉള്ളത് വെച്ച് ഞാൻ എൻ്റെ കയ്യിലുള്ള സാംസങ് ഫോൺ വെച്ച് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി. അത് എടുത്ത് തുടങ്ങി എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ, പുതിയ ആളുകളെ കണക്ട് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ ഓരോരുത്തർ ഇങ്ങനെ ഓരോ പരിപാടിക്ക് നൂറ റൂഹിൽ നമ്മളെ ഇല്യാസ് ഖാന്റെയും തസ്നിമാവിന്റെയും കൂടെ ഈ അടുത്ത് നൂറ റൂഹ് ചെയ്തിരുന്നു. അങ്ങനെ ഓരോ പരിപാടികളും നമുക്ക് ആ സ്കില്ല് എങ്ങനെ ഉപയോഗപ്പെടുത്താം, മറ്റുള്ളവരിലേക്ക് എങ്ങനെ എത്തിക്കാം, അതൊരു സർവീസ് ആയിട്ട് ഒരു സെർവിങ് മെന്റാലിറ്റിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് എല്ലാത്തിലും ഒരു എൻജോയ്മെന്റ് കണ്ടെത്താൻ നമുക്കൊരു ഉള്ളിൽ എന്തോ ഒരു കണ്ടന്റ്മെന്റ്, ഒരു ഒരു നിർവൃതി എന്നൊക്കെ പറയില്ല, ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റും. ഇതേപോലെ നമുക്ക് ശരിക്കും ഈ സ്പിരിച്വൽ പറയുകയാണെങ്കിൽ ഈ നീയത്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുവാ കൂടിയാണ് യാ മുക്കല്ലിബൽ കുലൂബ് സബ്ബിത്ത് കൽബിഹി അലാ ദീനിക് എന്ന് പറഞ്ഞാല് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണം. ഇതൊക്കെ ഇല്യാസ്ക പറഞ്ഞാട്ടോ. ക്രെഡിറ്റ് ഗോസ് ടു ഇല്യാസ്ക. അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങള് നമ്മള് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ ഉറപ്പിച്ച് നിർത്തണമേ എന്നുള്ള ദുആ നമ്മൾ എല്ലാ സമയത്തും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഈ രീതിയിൽ ഈ ദുആ ആയിട്ട് തന്നെ പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ എല്ലാ സമയത്തും ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ എനിക്ക് ഹിദായത്ത് നൽകണമേ, അല്ലെങ്കിൽ എനിക്ക് എല്ലാ സമയത്തും ഒരു പടച്ചവനിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മീൻസ് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ചിന്തയോ അല്ലെങ്കിൽ ഉള്ളിൽ ആൾക്കാരോടുള്ള ദേഷ്യമോ വെറുപ്പോ അസൂയോ ഒന്നും കൊണ്ടെടുക്കാതിരിക്കുക. ജീവിതത്തിലുള്ള കാര്യങ്ങൾക്ക് നന്ദി ഉണ്ടാവുക. എന്ത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിനൊരു നന്ദി പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. ഓരോ ദിവസവും എണീക്കുമ്പം ഞാൻ എന്ത് നീയത്തിലാണെന്ന് എണീച്ചത്, ജസ്റ്റ് കുറച്ച് നേരത്തെ ചെയ്ത പോലെ രാവിലെ തന്നെ എണീച്ചിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്ത പോലെ ഒരു 5 ബ്രീത്ത് എടുത്ത് വിടുക. ഒരു 3 സെക്കൻഡ് വെച്ചിട്ടുള്ള, ദാറ്റ് മീൻസ് 3 × 3 ഒരു 9 × 5 45 സെക്കൻഡ് പരിപാടിയുള്ളൂ കേട്ടോ. മൊത്തം 45 സെക്കൻഡ്, 1 മിനിറ്റ് പോലും വേണ്ട. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് വിടുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിലൊന്ന് ചിന്തിക്കുക, ഇന്ന് ഞാൻ ആരൊക്കെ സഹായിക്കും, ആർക്ക് സമാധാനം കൊടുക്കും, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഞാൻ പടച്ചവനെ നിർത്തിക്കൊണ്ട് ഒരു സഹായമായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ മരണശേഷമുള്ള കാര്യങ്ങളെ പറ്റിയും നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മരണപ്പെട്ടാലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ചില ആളുകൾ ജീവിതത്തിൽ ഉണ്ടാക്കുക എന്ന് പറയും. നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് ഒരു പ്രശ്നമില്ലാണ്ട് അവിടെ കിടന്നുറങ്ങാൻ പറ്റുന്ന രീതി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന രീതിയിലുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ ഞാൻ എന്ത് ചെയ്യും? ചെയ്യുന്ന ബിസിനസ്സിൽ അതിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പറ്റുക? ഞാൻ ചെയ്യുന്ന ജോലിയിൽ എന്ത് മാറ്റങ്ങളാണ്? മനുഷ്യന്മാരോടുള്ള പെരുമാറ്റത്തിൽ എന്ത് മാറ്റമാണ് എനിക്ക് കൊണ്ടുവരാൻ പറ്റുക? ആ രീതിയിലുള്ള ചെറിയ ചെറിയ ചേഞ്ചുകൾ, മറ്റുള്ള മനുഷ്യന്മാർക്ക് സമാധാനം കൊടുക്കുന്ന രീതിയിൽ എന്ത് അപ്രീസിയേഷൻ ആണ് ഞാൻ അവർക്ക് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരുടെ ഒരു നന്മ എടുത്ത് പറഞ്ഞ് അവരെ സഹായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, ഈ മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ എന്തെങ്കിലും അൺകണ്ടീഷണൽ ആയിട്ട് സഹായിക്കാനുള്ള ഒരു മെന്റാലിറ്റി ഒക്കെ നമ്മൾ ഇങ്ങോട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര രസമാണ്. എല്ലാ സമയത്തും ഒരു കുട്ടിയുടെ മനസ്സോട് കൂടി ഭയങ്കര ഊർജ്ജസ്വലരായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാൻ കഴിയും. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ വന്നാലും നമ്മൾ കുലുങ്ങൂല. അച്ഛനുണ്ട് തവക്കൽ എന്നുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനം നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടാവും. എല്ലാത്തിലും ഒരു ഒരു ബറക്കത്തുണ്ടാവും, ഒരു രസം ഉണ്ടാവും, ഒരു സമാധാനം ഉണ്ടാവും. ആ രീതിയിലേക്ക് നമ്മൾ ഓരോരുത്തർക്കും ഇവിടെ ഇരിക്കുന്നപ്പോൾ 42 ആൾക്കാർ ഇവിടെ ഉണ്ട് അൽഹംദുലില്ലാ. നമുക്ക് ഓരോരുത്തർക്കും ആ രീതിയിൽ നമ്മളെ നെയ്യത്ത് കറക്റ്റ് ചെയ്തുകൊണ്ട് ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുത്താൻ പറ്റട്ടെ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഏത് രീതിയിലാണ് ഞാനത് പടച്ചവനെ സന്തോഷിപ്പിക്കാൻ നോക്കണത്, അല്ലെങ്കിൽ ഖുറാനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്ത് കാര്യമാണ് എൻ്റെ ബിസിനസ്സിലും എൻ്റെ ജോലിയിലും എൻ്റെ കുടുംബ ബന്ധങ്ങൾ പുലർത്തുന്നതിലൊക്കെ ഖുറാൻ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള മനുഷ്യന്മാരായിട്ട് നമുക്ക് എങ്ങനെ മാറാൻ പറ്റും എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്താൻ പറ്റട്ടെ. ഏതായാലും എല്ലാവരോടും ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ, ഇല്ലാസ്കർക്ക് കുറെ പറയാനുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ. ഇത്ര കാര്യങ്ങളൊക്കെ കൂടുതൽ
നീയത്ത് എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ ഡെപ്തിൽ പോയിട്ട് അതിന്റെ അറബിക് വേർഷൻസ് ഹദീസ് ഒന്നും എടുത്ത് പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞതാണ്. ഏതായാലും താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാട്ടോ. ഒരു കാര്യം ചോദിച്ചോട്ടെ? ആരായിരുന്നു? പറഞ്ഞോളൂ മാം. തമ്ന, ആ മാം അതായത് പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞല്ലോ ഈ പഴയ കാര്യങ്ങളിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് പല ഡൗട്ട്സും കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് പഴയ നമ്മളുടെ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടുമെന്നൊക്കെ. ആ ഇത് ആക്ച്വലി ഇത് എങ്ങനെ വർക്ക് ആവുന്ന ചെറുതായിട്ട് ബ്രീഫായിട്ടൊന്ന് പറയാൻ പറ്റും? അതെ, ഞാനത് പറയാൻ കാരണം എന്താണ്, എങ്ങനെ ഗ്രോത്തെക്സ് പങ്കെടുത്താൽ മതി ഒറ്റ മറുപടിയിൽ ഒതുക്കണം. അത് ശരിയാട്ടോ. നമ്മളുടെ ഗ്രോത്തെക്സ് നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുന്നുണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച. അതിൽ ജോയിൻ ചെയ്ത് അങ്ങ് ഫുൾ ക്ലാരിറ്റി അത് കിട്ടും. ജോയിൻ ചെയ്ത് അൽഹംദുലില്ലാ, പിന്നെ ഫുൾ ക്ലാരിറ്റി കിട്ടും. പക്ഷേ ഞാൻ പറഞ്ഞത് ഞാനത് പറയാൻ കാരണം എന്താ അറിയോ, ഞാൻ ഡോട്ട്സ് കണക്ട് ചെയ്ത് എങ്ങനെ അറിയോ, ഞാൻ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്ന ആളാ. നിങ്ങളിപ്പോ എന്നോട് 9 വർഷം ബാക്കോട്ട് ഏത് ദിവസം ഞാൻ എവിടെ ആയിരുന്നു എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ എനിക്ക് ഇവിടെ സെർച്ച് ചെയ്ത് എന്റെ ഫോണിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അത്രയും എഴുതി വെക്കാൻ ഇഷ്ടമുള്ള ആളും കൂടിയാണ്. അപ്പോൾ ഞാൻ ഓരോ സാഹചര്യങ്ങളും ഞാൻ പഠിക്കുന്ന ആളുകളും കണക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ അടുത്ത നെക്സ്റ്റ് പ്രോഗ്രാമുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒക്കെ ഞാൻ ഇത് എടുത്ത് നോക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു സ്പെഷ്യൽ ഫോൾഡർ ഉണ്ട്, അതിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു ആക്ഷൻ എടുക്കാൻ ഞാൻ എന്തൊക്കെ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസും കൂടി എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്തിട്ടാണ് ചെയ്യാറ്. ആ രീതിയിൽ ഹെൽപ്ഫുൾ ആവാറുണ്ട്. ക്ലിയർ ആണോ? ഓ മനസ്സിലായി. ഞാൻ എഴുതി വെച്ചിട്ടില്ല. അല്ല, ഇനി മുന്നോട്ട് ചെയ്താൽ മതി ഇൻഷാ അല്ലാഹ്. അല്ല ഇനി പക്ഷെ മുന്നോട്ട് നിങ്ങൾ എന്നാലും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ഒന്ന് എഴുതി വെച്ചിട്ട് ക്ലാരിറ്റി വരുത്തിയിട്ട് മുന്നോട്ട് പോവാ. പക്ഷെ എനിക്ക് ഫീൽ ആയിട്ടുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാല്, ഞാൻ എന്റെ പാസ്റ്റിൽ ഗോ ത്രൂ ചെയ്തിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതേ സിറ്റുവേഷനിൽ എന്റെ അന്നത്തെ അതേ ഏജിലുള്ള ഇന്നത്തെ പിള്ളേർ എൻ്റെ അടുത്ത് എത്താറുണ്ട്. അപ്പൊ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷെ അത് എനിക്കൊരു കരിയർ അല്ല. ഒറ്റ അതെന്റെ മിനിറ്റ് കരിയർ അല്ല. ഞാൻ പറയട്ടെ. ഞാൻ പറയട്ടെ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിൽ തന്നെ ഉണ്ടായ ഉത്തരം. ദാറ്റ് മീൻസ് നമ്മൾ ജീവിതത്തിൽ കടന്നു പോയി നമ്മൾ ആ സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, അത് വെറുതെ പഠിപ്പിക്കുന്നതല്ല. ആ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ കടത്തിക്കൊണ്ടു പോയെന്ന് ചിന്തിച്ചാ പോരെ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ, ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ കരിയർ അല്ല. അതാണ്. അല്ല, അത് അങ്ങനെ കരിയർ അല്ല തോന്നുന്നുണ്ട്. ചിലപ്പം നിങ്ങൾക്ക് ഒരു കരിയർ ഷിഫ്റ്റ് ആണോ എന്നുള്ളത് ചിന്തിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. കരിയർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ദാറ്റ് മീൻസ് ഇൻവോളണ്ടറി ആയിട്ട് നിങ്ങൾക്കൊരു പെയ്ഡ് സർവീസ് അല്ലാതെ ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ സഹായം ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഒരു ഒന്നിരുന്ന് വോളണ്ടറി കേട്ട് സർവീസ് ആയിട്ട് ആ രീതിയിൽ ചെയ്തു അല്ലേ? കൊടുക്കാൻ പറ്റുമല്ലോ. അതെ 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 അതെ. ഓക്കെ, ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഗ്രോത്ത് എക്സ് അതിനൊരു എന്താ പറയാ മോഡാവും ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ഓഫ് കോഴ്സ് ഇല്യാസ്ക അതിലുള്ള മെമ്പേഴ്സ് ആണ്, അവർക്കറിയാം. അപ്പൊ വേറെ ആരെങ്കിലും എന്തെങ്കിലും? ഇല്യാസ്ക. ഞാനിങ്ങനെ ഈ നെയ്യത്തിനെ കുറിച്ച് എന്നോട് വിളിച്ച് ചോദിച്ചിരുന്നല്ലോ, അങ്ങനെ സംസാരിച്ചപ്പോഴേ ഞാനതിങ്ങനെ കഴിഞ്ഞിട്ട് വെറുതെ ഖുറാനില് ഖുറാനില് നെയ്യത്തിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്തു. ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും അറിയലുണ്ടാവില്ല, ഖുറാനില് നെയ്യത്ത് പറഞ്ഞൊരു വേർഡില്ല. ഖുറാനില് നെയ്യത്ത് എന്ന് പറഞ്ഞിട്ടൊരു വേർഡില്ല. അവിടെ ഖുറാനില് നെയ്യത്തിന് പകരമൊക്കെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് 3 വാക്കുകളാണ്. ഒന്നുകിൽ അത് ഇഖ്ലാസ് ആണ്, അല്ലെങ്കിൽ അത് ഇറാദത്താണ്, അല്ലാന്നുണ്ടെങ്കിൽ അത് ഖസ്ദാണ്. അതായത് ഒന്ന് ഇഖ്ലാസ് എന്ന് പറഞ്ഞാല് വേറെ ഒന്നും ആഗ്രഹിക്കാതെ പഠിച്ചവന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഒന്ന് ഇറാദത്താണ്, അവന്റെ ആഗ്രഹങ്ങള്. മറ്റൊന്ന് ഖസ്ദ്, അവന്റെ ലക്ഷ്യമാണ്. എന്ന് വെച്ചാല് നെയ്യത്തിൽ ഇത് 3 കൂടി ബേസ് ചെയ്തിട്ടുള്ളതാവണം. ഒന്ന് പഠിച്ചവന്റെ തൃപ്തി മാത്രം ആവണം, മറ്റൊന്ന് ഓനെ ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടാവണം, ഓനൊരു ലക്ഷ്യവും ഉണ്ടാവണം. നിയ്യത്ത് എന്ന് പറഞ്ഞൊരു വാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മലയാളത്തിൽ പറയുന്ന ആ ഒരു വേർഡ്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ് അതേ രൂപത്തിൽ ഖുറാനിൽ ഇല്ല എന്നുള്ളതാണ്. അത് എനിക്ക് ഇന്ന് കിട്ടിയ അറിവാണ് കേട്ടോ. അപ്പൊ അതെങ്ങനെ
ഈ ഒരു സെഷൻ അതിനൊരു കാരണമായിരുന്നു കൂടി. ഇല്യാസ്ക, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് അത് മറ്റേ നിങ്ങൾ പറഞ്ഞ റിയാദു സ്വാലിഹീനിലുള്ളതാണോ, ഹദീസുകളിലുള്ളതാണോ അത്? അത് അതെല്ലാ പ്രധാനപ്പെട്ട എല്ലാ അത് ഹദീസ് ഹദീസാണ്. കിതാബുകളിലും ഉണ്ട്. റിയാദു സ്വാലിഹിനിലെ ഫസ്റ്റത്തെ ഹദീസാണ് റിയാദു സ്വാലിഹിനിലുള്ള ഫസ്റ്റത്തെ ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് പറയുന്നത്. ആൻഡ് ഇതിങ്ങനെ ഓരോന്നിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം നമ്മൾ എന്താണോ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് നമ്മൾ പടച്ചവന് കൊടുക്കാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ നീയത്തിൽ പടച്ചവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹുവിനെ എന്ത് ചെയ്തു? അടിമയിൽ നിന്ന് മോചിപ്പിച്ചു. വലിയ സംഖ്യ കൊടുത്തിട്ടാണ് മോചിപ്പിക്കുന്നത്. മോചിപ്പിച്ച സമയത്ത് മക്കയിലുള്ള ഖുറൈശി പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു, പണ്ടെന്തോ ഉപകാരം സിദ്ദീഖിന് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് സിദ്ദീഖ് അതിന് നിന്നത്, അല്ലാതെ ഇപ്പൊ പരിപാടിക്ക് നിൽക്കൂലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ സിദ്ദീഖ് അക്ബറുല്ലാഹിനെ കുറിച്ച് മാത്രം പ്രതിപാദിച്ചുകൊണ്ട് ഖുറാനിൽ ഒരു ആയത്ത് വന്നിട്ടുണ്ട്. അതിന്റെ ആയത്ത് എങ്ങനെയാണെന്ന് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ ആയത്തിന്റെ അർത്ഥം ഒമാലി അഹദിൻ കാണുന്നുണ്ടോ? സ്റ്റെക്കായോ? ക്ലിയറാ. ഓക്കെ. അപ്പോ സിദ്ദീഖ് അക്ബറുല്ലാഹിനെ വലാ തുജ്സ എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഖുറാനിക ആയത്ത് ഇറങ്ങുന്നുണ്ട്. ആ ആയത്തിന്റെ ആകത്തുക എങ്ങനെയാണ്? അതായത് സിദ്ദീഖ് റളിയല്ലാഹു ആ കാര്യം ചെയ്തിട്ടുള്ളത് പൂർണ്ണ ഇഖ്ലാസോട് കൂടിയാണ്. സിദ്ദീഖ് അക്ബറുല്ലാഹിന്റെ നീയത്തിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അയാളത് ഏറ്റവും ശുദ്ധിയുള്ള, ഏറ്റവും നല്ലൊരു മനസ്സോട് കൂടി പടച്ചവന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് ചെയ്ത കാര്യമാണ്. എന്നുവെച്ചാൽ ഖുറാന് നേരിട്ട് പറയാണ് അയാളുടെ ഉദ്ദേശശുദ്ധി നല്ലതാണ് കേട്ടോ എന്നുള്ളത്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എന്താണോ നമ്മൾ മനസ്സിൽ പടച്ചവനെ കുറിച്ച് നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് പടച്ചവനായി തീരുന്നതാണ്. ആന ഇന്ത ലൊന്നി അബദി എന്ന പടച്ചവൻ പറഞ്ഞിട്ടുള്ളത്. എന്റെ അടിമ എന്നെ കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അത് അവനാണ്. ഞാൻ അവന്റെ കൂടെ ഉണ്ട് എന്ന് അവൻ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാകും. പടച്ചവൻ ഇതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാക്കി തരികയാണല്ലോ എന്ന് ആലോചിക്കുകയാണെങ്കിൽ അവന് ബുദ്ധിമുട്ടായിട്ട് തീരും. എന്താണോ ഞാൻ അവൻ എന്നെ കുറിച്ച് ആലോചിക്കുന്നത് അത് ഞാൻ അവനായി തീരും എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു കാര്യം ഇഖ്ലാസ്, ഇറാദത്ത്, ഖസ്ദ് അത് മൂന്നും നന്നാക്കിയാൽ തന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി റെഡി ആയിക്കൊണ്ടിരിക്കും. പിന്നെന്താ വെച്ചാല് ശരിക്ക് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. നമ്മളാണെങ്കിൽ ചിന്തിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു സൊല്യൂഷനിലും എത്താം. ചിന്തിച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു പ്രോബ്ലത്തിലും എത്താം. മിക്കവാറും നമ്മൾ ചിന്തിച്ച് എത്തുന്നത് ഏതിലേക്കായിരിക്കും? പ്രോബ്ലത്തിലേക്കായിരിക്കും. ആ പ്രോബ്ലം ഇങ്ങനെ ഓവറായിട്ട് ചിന്തിക്കുന്ന കാര്യമൊക്കെ ഒന്ന് ആലോചിക്കി. ഓവറായിട്ട് എന്ത് കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ സങ്കടമുള്ള കാര്യം മാത്രമേ കാരണം. സന്തോഷമുള്ള കാര്യം നമ്മൾ ഇങ്ങനെ കൂടുതലായിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കൂലല്ലോ. ആ സന്തോഷം അവിടെ ഫീൽ ചെയ്തു, അത് കഴിഞ്ഞു. പക്ഷെ സങ്കടമുള്ള കാര്യം നമ്മൾ തിങ്ക് ചെയ്യുന്ന അത്ര നമ്മൾ ഇത് ചെയ്യൂല. കാരണം എന്താ വെച്ചാൽ എപ്പോഴും നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ കോൺസ്റ്റന്റ്ലി ഒരു പ്രോബ്ലത്തിന് വേണ്ടി ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്രോബ്ലത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പകരം ഒരു പ്രോബ്ലം വരുമ്പോഴേക്കും ആ പ്രോബ്ലം അവിടെ ഉണ്ട്, എനിക്ക് മനസ്സിലായിന്, ഞാൻ അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് നോക്കുന്നത് എന്നുള്ള നിലക്ക് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒന്നുകൂടി എളുപ്പമാകും എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും മനോഹരമായൊരു സെഷൻ കേൾക്കാൻ സാധിച്ചതിലും പങ്കെടുക്കാൻ സാധിച്ചതിലും സന്തോഷം. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ പറയാട്ടോ. ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോളൂ. ആദ്യം തന്നെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 2-3 യുണീക്ക് ടോക്കില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. മൊബൈൽ ഫോണൊക്കെ ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയിട്ട്. അപ്പൊ ഞാനിങ്ങനെ എല്ലാ ശനിയാഴ്ച ഇങ്ങനെ രാത്രി ഇങ്ങനെ ആലോചിക്കും. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റൂലല്ലോ. കാരണം എന്റെ വീട്ടിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫോണിന് ഇഷ്യൂ ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എന്റെ വീട്ടിൽ ഈ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് ആരും ഇല്ലാണ്ട് ഫോക്കസ് കൊടുക്കൂല. ഒക്കെ ഭയങ്കര എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഫുൾ പ്രോബ്ലംസും എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും മെയിൻലി. ഇപ്പോ ഇല്യാസ്ക പറഞ്ഞല്ലോ, കാരണം നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് എന്തായാലും പ്രോബ്ലത്തിലെത്തുക. പക്ഷെ ഞാൻ ഇപ്പൊ ഈ അടുത്ത് വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ ഇൻസ്റ്റയിൽ. അപ്പൊ ഹഫ്സൽ സാറൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബിഗിനിങ് ആയിട്ടല്ലേ നമ്മൾ ഇടുമ്പോ ബേസിക് ക്യാമറ അതൊക്കെ വെച്ചെടുക്കുമ്പോ. അപ്പൊ നമ്മൾ വിചാരിക്കും ആരപ്പോ ഇതൊക്കെ കാണുക, അല്ലെങ്കിൽ അത് നോർമൽ തിങ്കിങ് കേട്ടോ ഞാൻ പറയാം, ഒരു നോർമൽ വിഷനിൽ പറയണേ. ഇതൊക്കെ ഇപ്പൊ ആർക്കാ ഉണ്ടാവുക, നമ്മുടെ വീഡിയോസ് ഹെൽപ്പ് ചെയ്യാം. പക്ഷെ ഈ അടുത്തൊരു സംഭവം ഉണ്ടായി. എന്റെ ഉമ്മാന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾക്ക് ലൈഫിൽ കുറെ ട്രോമാസും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് കുറെ ഇഷ്യൂസ് ഉണ്ടായ ആളാണ്. അപ്പൊ ആൾ പെട്ടെന്ന് ഉമ്മാക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു,
ഉമ്മാക്ക് ഭയങ്കര സന്തോഷായിട്ടോ. മോള് എന്താണ് വീഡിയോസ് ഒക്കെ ചെയ്യലുണ്ടോ, അതിന്റെ ലിങ്ക് ഒക്കെ വിട്ടുതരണട്ടോ, എനിക്ക് ഓള് സംസാരിക്കണ കേൾക്കുമ്പോ ഭയങ്കര സമാധാനാണ്. അപ്പൊ ഞാന് അൽഹംദുലില്ലാ പഠിച്ചോണ്ട് ഇങ്ങനെ ഞാൻ ആലോചിച്ചു. കാരണം നമ്മള് എക്സ്പെക്ട് ചെയ്യണ കാര്യമില്ലല്ലോ. ഇപ്പൊ നമ്മളുടെ ടോക്ക് കാരണം ബാക്കിയുള്ളവർക്ക് സമാധാനം കിട്ടും. പിന്നെ പ്രത്യേകിച്ച് ഒരു ബിഗിനർ ആണെങ്കിൽ പറയും വേണ്ട, നമുക്കില്ലാത്ത ഓവർ തിങ്കിങ്ങും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാൻ ഇപ്പൊ അതിന് മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ പഠിച്ചവനെ. എങ്ങനെ ഇപ്പൊ ഒരു അപ്രിസിയേഷൻ കിട്ടിയാർന്നപ്പോ ഞാൻ ആദ്യം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയി. പക്ഷെ ഞാൻ കുറച്ച് ഷോക്കാ ചെയ്തത്. കാരണം എനിക്ക് പറഞ്ഞാൽ ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല, അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ കുറെ കാലം അല്ലെങ്കിലും എവിടേക്കോ ഞാൻ പണ്ട് ഈ ഒരു ഫീൽഡിൽ എൻട്രി ചെയ്ത ഒരാളാണ്. അപ്പൊ ഞാൻ പറയാൻ കാരണം, ഞാൻ ഇതിൽ എത്തിയപ്പോഴാണ് മിറർ ടോക്ക് പറഞ്ഞാല് കണ്ണാടി നോക്കി സംസാരിച്ച് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയതും, അഫർമേഷൻ പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കാനുള്ള പല കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും, ഇപ്പൊ മാനിഫെസ്റ്റേഷൻ ഒക്കെ ഞാൻ ലൈഫിൽ ഓൾറെഡി ചെയ്യുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയത് അഫ്സൽ സാറായിട്ട് കണക്ട് ചെയ്തപ്പോഴാട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെ യൂണിക്നെസ് ഫെസ്റ്റിന്റെ ഒരു വീഡിയോ ആണ്. അതിൽ ഞാൻ ആദ്യം അഫ്സൽ സാറിനെ കണ്ടപ്പോ ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവും. കാരണം എന്റെ സിസ്റ്റർ ഓൾറെഡി ഇതിലുണ്ട്, അതായത് എന്റെ മൂത്ത താത്ത ഓൾറെഡി ഇതിലുണ്ട്. ആള് ഇതിൽ എത്രയോ കാലങ്ങളായിട്ടുണ്ട്. പക്ഷെ ആളായിട്ട് സാറൊരു കണക്ഷൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം അവള് കണക്ട് ചെയ്യാൻ വന്നിട്ടില്ല. നമ്മളിപ്പോ ഒരു ഗ്രൂപ്പ് ജോയിൻ ചെയ്തപ്പോ ഞാൻ എല്ലാ ക്ലാസ്സും മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കും. കാരണം എനിക്ക് ഇതിലുണ്ടായ ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവാന് ആദ്യം എന്താ അറിയോ, നമ്മൾ പാസ്റ്റിൽ പലപ്പോഴും പ്രോബ്ലം നമ്മൾ വല്ലാണ്ട് ഫോക്കസ് ചെയ്യാതെ വരുന്ന സമയത്ത് ഈ പ്രോബ്ലത്തിലുള്ള സൊല്യൂഷനും നമ്മൾ പലപ്പോഴും ചില ആളുകൾ ഇഗ്നോർ ചെയ്യും. അതായത് ഇപ്പൊ എന്റെ ലൈഫിൽ കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ഇതിലാണെന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ലോക്ക് ചെയ്യും, നമ്മുടെ തോട്ട്സും കാര്യങ്ങളും. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഓവർ തിങ്ക് ചെയ്തിട്ട് തലയിൽ കയറ്റണം എന്നല്ല ഞാൻ പറയണത്. അങ്ങനെ ചില ആളുകൾ ഓവർ തിങ്ക് ചെയ്ത് ലാസ്റ്റ് മെന്റൽ ഹെൽത്തിന്റെ പീസ് മൊത്തം പോകും. അങ്ങനെയല്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇപ്പൊ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഒരു പൗസ് എടുക്കുന്നത് നല്ലതാ. ഇപ്പൊ ഒരു സെഷൻ എടുക്കാനുള്ള ഒരു ആഗ്രഹം പെട്ടെന്ന് വന്നു, അപ്പൊ ഒന്ന് ആലോചിക്കുക, ലൈക്ക് എന്തുകൊണ്ടാണ് റിയൽ ഇന്റൻഷൻ, അതൊക്കെ ഒന്ന് ജസ്റ്റ് നാളേക്ക് ഒരു ടൈം കൊടുക്കുക. നമ്മൾ പലപ്പോഴും അത് ചെയ്യലില്ല. ഇപ്പൊ കരിയർ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ സിറ്റുവേഷൻ എന്താണ് അതിക്കൊരു ഷിഫ്റ്റ് കൊടുക്കും. പക്ഷെ അതിന് ഭേദം നമ്മളവിടെ ഒരു പൗസ് എടുത്താ ഇതിപ്പോ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത, അങ്ങനെ ആലോചിക്കണേ നല്ലത്. അപ്പൊ അടുത്തൊരു കോമഡി ഉണ്ടായത്, ഇവിടെ വാർഡ് മെമ്പർ ഒരു പ്രോഗ്രാം വെച്ചപ്പോ ഞാനതിൽ NSSന്റെ പ്രോഗ്രാമായിട്ട് ഞാൻ പോയിട്ട് അറ്റൻഡ് ചെയ്തപ്പോ ഞാൻ സംസാരിച്ചു. അപ്പൊ എനിക്ക് സംസാരിക്കാൻ എന്താ ഒരു പ്ലാനും ഇല്ല. അവരിങ്ങനെ സ്ട്രക്ചേർഡ് ആയിട്ട് NSSനെ പറ്റി പഠിച്ച് എത്ര വർഷം NSS നിന്നത് അങ്ങനെ റെഡി ആക്കിയിട്ട് ഇങ്ങനെ പ്രസംഗിക്കുക, ഫോണിലൊക്കെ സെർച്ച് ചെയ്ത്. അപ്പൊ എന്നോട് ചോദിച്ചു, അത് കഴിഞ്ഞപ്പോ ഞാൻ കുറച്ചു നേരം സംസാരിച്ചു, എങ്ങനെ ഇത്ര നന്നായിട്ട് ഓഡിയൻസിനെ ക്യാച്ച് ചെയ്യുന്ന വെച്ചു. അപ്പോ എനിക്ക് ആദ്യം ഓർമ്മ എന്താ അറിയോ, ഇപ്പൊ ഹഫ്സൽ സാറാണെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയട്ടോ, ഒരു കാര്യം ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള ടേസ്റ്റ് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റീസ് പലപ്പോഴും നമ്മൾ മറച്ചു വെക്കും ആൾക്കാരുടെ നിന്ന്. അതായത് അവരിത് കണ്ടെന്താ വിചാരിക്കും. ഇപ്പൊ ചിലർക്ക് സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ റിപ്പീറ്റഡ് ആയി വരും, അല്ലെങ്കിൽ ചില ഫണ്ണായിട്ടുള്ള ചളികളെ ഇടയിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കും. അപ്പൊ നമ്മൾ അതൊക്കെ ഇങ്ങനെ മാറ്റി വെക്കും. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. പക്ഷെ ചിലത് നമ്മുടെ യുണീക്ക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ആയിരിക്കും. അത് കളയാതെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ കേൾക്കുന്നവർക്ക് രസം ഉണ്ടാവും. ഞാൻ പറയുന്ന കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ബാക്കി കാരണം നമ്മളെല്ലാവരും ഒരേപോലെ പ്രസംഗിക്കാനാണെങ്കിൽ ഒരാൾ മതിയല്ലോ അല്ലെ, എല്ലാരും വേണ്ടല്ലോ, ഒരാൾ മതിയല്ലോ ഈ ലോകത്ത്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ആയ ഒരു ഇതുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആ ഡിഫറെന്റ് ആയ ഇതിന്റെ പാർട്ട് കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത്, വേറെ ഒന്നും പ്രത്യേകിച്ചില്ല. അപ്പൊ ഞാൻ അവിടുന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലപ്പോഴും കമ്പാരിസൺ ചെറുപ്പം തൊട്ടിട്ട് ഈ സ്കൂളിൽ നിന്നാണ് കിട്ടുമല്ലോ. ഈ സ്കൂളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നത് നമ്മളറിയാതെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത് മൈൻഡിൽ കൂട്ടി നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പൊ ഇരിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും, ഞാൻ ഇതിൽ ഇത്ര നല്ലതല്ലല്ലോ, അതിൽ ഇത്ര നല്ലതല്ലല്ലോ. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളൊരു എന്താ പറയാ വീലിൽ കയറും ഓവർ തിങ്കിങ്. അതിനെതിരുള്ളതാണ് ഇങ്ങനത്തെ ക്ലാസ്സുകളും. അപ്പൊ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ ഞാൻ എപ്പോഴും പറയും, ഞാനൊരു ടീനേജിനെ റെപ്രസെന്റ് ചെയ്തിട്ട് സംസാരിക്കാം. അപ്പൊ എനിക്ക് പറയാനുള്ളത് ടീനേജേഴ്സിനെ കൊണ്ടുവരാം. കാരണം ടീനേജേഴ്സിനെ അത് വേണ്ടത്. നമ്മളിപ്പോ നേരത്തെ ഒരു താത്ത സംസാരിച്ച സമയത്ത് പറഞ്ഞല്ലോ, എന്റെ ലൈഫിൽ ഉണ്ടായ പാസ്റ്റിൽ കുറെ ട്രോമാസിന് ഇന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരാളും ഉണ്ടായിരുന്നില്ല,
ഇപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു. മാഷാ അള്ളാ, എത്ര വലിയ കാര്യമാണ്. ഇപ്പൊ നമ്മൾ കരിയർ പറയുമ്പോ ഒക്കെ ഒരേപോലെ ആണെന്നില്ലല്ലോ. പൈസ ഉണ്ടാക്കൽ മാത്രമല്ലല്ലോ നമുക്ക് കിട്ടുന്ന പീസ് അതൊക്കെ. അപ്പൊ അഫ്സൽ സാറൊക്കെ ഞാൻ പറയട്ടെ, ഞാൻ അതായത് ഇത്ര സംസാരിച്ച് അല്ലെങ്കിൽ ഇങ്ങനത്തെ യൂണിക് ടോക്ക് കിട്ടുന്നോ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എവിടെയോ സ്റ്റെക്ക് ആയപ്പോ കണക്ട് ആയതാണ് യൂണിക്നെസ് ഫെസ്റ്റും യൂണിക് ടോക്കും. അതായത് ഞാൻ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. സ്റ്റേജ് ഫിയർ മാറ്റി സംസാരിക്കാൻ പഠിച്ചു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ ട്രെയിൻ ചെയ്ത് എവിടെയും സ്റ്റോപ്പ് ചെയ്യാതെ ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. സ്റ്റോപ്പ് പറഞ്ഞ പൗസ് എടുക്കും, അല്ലാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ ആഗ്രഹിക്കണം. അപ്പൊ എല്ലാവരും അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോ മക്കളെ കൂട്ടിയിരിക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോ നടക്കൂല, ഇപ്പത്തെ കുട്ടികളെ കാര്യമാണ്, ടീനേജേഴ്സ് ആണ്. ഞങ്ങളൊരു തീരുമാനം എടുത്താൽ വേറെ ആർക്കും അത് തടുക്കാനാവില്ല. പക്ഷെ അതാണ് ഒരു പോസിറ്റീവ് സൈഡ്. ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി കണ്ട് കുട്ടിക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ചിലപ്പോ ആ കുട്ടി ഡെയിലി വരും. അതായത് ടീനേജേഴ്സിന് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇഷ്ടപ്പെട്ട കാര്യം അവര് വിടൂല. ഇപ്പൊ അത് ഫുട്ബോൾ ആവും, എന്താവും, ഒരു ഫോളോ ചെയ്യും. പണ്ടത്തോരൊക്കെ ഇങ്ങനെ പറഞ്ഞ ഒരു സാഹചര്യവും സിറ്റുവേഷനും ഒക്കെ നോക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. അവർക്ക് ഒറ്റ കാര്യമാണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഇവിടെ ഇരിക്കുന്ന പാരന്റ്സ് കൊണ്ടുവരാൻ നോക്കാം. ഇപ്പോ ഞാൻ ഇതിലൊക്കെ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റി കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇല്യാസ് ഖാന്റെയും അഫ്സൽ സാറിന്റെ ഒക്കെ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റി. അത് ഞാനിപ്പോ ഒരു കറണ്ട് ഇതിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത് നല്ല ഹെൽപ്ഫുൾ ആയി. എനിവേ അത് ഞാൻ വൈകാതെ പറയും ഇൻഷാ അള്ളാ. താങ്ക് യു സോ മച്ച്. അടിപൊളി ദിവസം. താങ്ക് യു ഹയ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ഹയ ശരിക്കും ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡറൊക്കെ ആണ് കേട്ടോ. എല്ലാവരുടെയും ഒരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു ഹയ. വേറെ ആരെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. എന്തും പറയാം, നോ പ്രോബ്ലം. ഒന്നുമില്ല. ഞാൻ ഏതായാലും എല്ലാ ചൊവ്വാഴ്ചകളും ഒരു സെഷൻ ഞാനും ഇതേപോലെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതും കൂടി ഇതിന്റെ ഇടയിൽ ഒന്ന് പരിശീലനം ചെയ്യാലോ. അതെ അതെ, ഇലിയാസ് ഖാന്റെ സെഷൻ ഉണ്ട്, ചൊവ്വാഴ്ച ആണ്. അപ്പോൾ അതിലും നിങ്ങൾ നമ്പർ ഒന്ന് അയച്ചിട്ടേക്ക് ഇലിയാസ് ഖാ. നിങ്ങളെ ലിങ്ക് കിട്ടാനുള്ള നമ്പർ താഴത്ത്. ഇതേപോലെ വരുന്ന വെള്ളിയാഴ്ച നമ്മളുടെ ഗ്രോത്ത് എക്സ് കമ്മ്യൂണിറ്റി രണ്ടാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് സെഷൻ ഉണ്ടാവുക. ഇലിയാസ് ഖാന്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ വെള്ളിയാഴ്ചകളിലുമാണ് സെഷൻ ഉണ്ടാവുക. അത് 3 മാസത്തെ കമ്മ്യൂണിറ്റി പ്രോഗ്രാമാണ്. ആദ്യത്തെ മാസം പേഴ്സണൽ ഗ്രോത്ത്, രണ്ടാമത്തെ മാസം ലീഡർഷിപ്പ് സ്കിൽസ്, മൂന്നാമത്തെ മാസം ബിസിനസ് ഗ്രോത്ത്. ഇങ്ങനെ 3 പാർട്ടായിട്ട് വരുന്ന പ്രോഗ്രാമാണ്. എല്ലാ ദിവസവും നമുക്ക് ഓരോ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആകെ 2000 റുപ്യ 3 മാസത്തെ പ്രോഗ്രാമിന് വരുന്നുള്ളൂ. ഓൺലൈനാണ്, ഫുള്ളി ഓൺലൈനാണ്. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തതാണ്. പിന്നെ ഓൾറെഡി ബാച്ചിലുള്ള ആൾക്കാരുണ്ട്, അവരോട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഓൾറെഡി. എനിക്ക് തോന്നുന്നു ഇലിയാസ് ഖാൻ അങ്ങനെ കുറച്ച് ആൾക്കാർ ഓൾറെഡി, ബർഹാൻ ഭായി, നിസാർക്ക്, അങ്ങനെ കുറച്ചാൾ ഗ്രോത്ത് എക്സിൽ ഓൾറെഡി ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. പിന്നെ ഇതിൽ വരുന്ന സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ അലിയൻസ് മുക്താർ സാർ ഉണ്ട്, സവാദ് ഖാൻ ഉണ്ട്, ഫറൂഖ് സെൻസി സാർ ഉണ്ട്, പിന്നെ മുംതാസ്ത ഉണ്ട്. അങ്ങനെ ഒരുപാട്, കൈഫ് മുഹമ്മദ്, നിസാം ബ്രോ, അങ്ങനെ പലരും വരുന്നുണ്ട് സെഷനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർ റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ, ആ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അയച്ചിരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ അയച്ചുതരാം. 8137023966 8137023966. നമ്മളുടെ ടീം ലീഡർ മിസ്റ്റിന്റെ നമ്പറാണ്. ആളിപ്പോൾ ചെറിയൊരു ഫീവർ ഉണ്ട്, ക്ലിയർ ആകുമ്പോൾ റിപ്ലൈ അയക്കും കേട്ടോ. ഏതായാലും വെള്ളിയാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതായാലും താങ്ക് യു സോ മച്ച്. ഷമീർക്ക് എന്തെങ്കിലും പറയാണ്ടോ? അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. ഞാൻ ഒന്നുമില്ല, വെറുതെ അങ്ങനെ ഒന്ന് സംസാരിക്കാതെ വിചാരിച്ചു. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ അഫ്സൽ മാജിദിനെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് സംഗതികൾ, ഈ വിഷയം ബന്ധപ്പെട്ടതല്ല, മൂപ്പരെ പറ്റി എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് പോസിറ്റീവായ സംഗതികൾ. ചില മൂപ്പര ആ ചിരിക്കുന്ന മുഖം തന്നെയാണ് മൂപ്പര് ഹൃദയത്തിലുള്ളത്, ആണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം പലവരെയും ഉൾക്കൊള്ളാനും പലവരെയും വളർത്താനും അതുപോലെ തന്നെ മറ്റുള്ളവർ ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലത അദ്ദേഹത്തെ മനസ്സിന് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ 2-3 ദിവസം കണക്ട് ചെയ്തിട്ട് മൂപ്പര് പേഴ്സണൽ സംസാരിക്കുകയും ചെയ്തിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് വീണ്ടും വീണ്ടും പരിചയപ്പെടാനും ബന്ധപ്പെട്ട് നിൽക്കാനും തോന്നുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്തത്. അപ്പൊ അങ്ങനെ ഒരു ക്വാളിറ്റിയാണ് മൂപ്പരിൽ. അങ്ങനെ ഒരു നല്ലൊരു നെയ്യത്തുണ്ട് മൂപ്പർക്ക്. ആ നെയ്യത്ത് ബന്ധപ്പെട്ട ആളെ പറഞ്ഞിരിക്കുന്നത്. അപ്പം മറ്റെല്ലാവരും ഉൾക്കൊള്ളാനുള്ള ഒരു നെയ്യത്ത്, ഒരു വിശാലത ഉണ്ട് അദ്ദേഹത്തിന്. അതാണ് അദ്ദേഹത്തിന് ഒരു വളർച്ചയ്ക്ക് പിന്നിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പല വിഷയങ്ങളിലും
സ്റ്റക്കാണ്. അപ്പോൾ ആ വിഷയങ്ങൾ ബന്ധപ്പെട്ട് ഞാനിങ്ങനെ ഒരു പുനർവിചിന്തനം നടത്തുകയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ ഇല്യാസ് പറമ്പലിൻ്റെയും സ്ഥിരം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളും സ്ഥിരം കേൾക്കാറുണ്ട്. ലൈവിൽ പങ്കെടുക്കാൻ പറ്റാറില്ല, എല്ലാവരും റെക്കോർഡ്സ് കേൾക്കാറുണ്ട്. എൻ്റെ സമയം ഇന്ന് യാദൃശ്യമായിട്ട് ഇന്ന് ബിലീവ് ആയതുകൊണ്ട് വന്നതാണ്. ഈ സമയം എനിക്ക് പറ്റിയ സമയമല്ല ഈ സമയം എന്നുള്ളത്, എൻ്റെ വർക്കിംഗ് ടൈമാണ്. ഇപ്പോൾ ഇതൊരു കല്യാണം ബന്ധപ്പെട്ട് ലീവിലാണ്. ഇപ്പം ഇന്ന് ലീവ് എടുത്തതുകൊണ്ടാണ് എൻ്റെ ഇത് വന്നത്. അപ്പോൾ ഇല്യാസ് പറമ്പലിൻ്റെ ക്ലാസ് നല്ല രസമുള്ള ക്ലാസ്സുകളാണ്, കേട്ടിരിക്കുന്ന രസമുള്ള ക്ലാസ്സുകളാണ്. ലാസ്റ്റ് ചേർന്ന ആ കുട്ടികളുടെ ആ വിഷയത്തിലൊക്കെ നല്ല രസമുള്ള ക്ലാസ്സുകളായിരുന്നു. ഞാനൊരു പിതാവായതുകൊണ്ട് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരു ഫീഡ്ബാക്കാണ് ഇപ്പോൾ ഇതിൽ തരാനുള്ളത്. ഇൻഷാ അല്ലാ. താങ്ക് യു സുഹൃക്ക, താങ്ക് യു സോ മച്ച്. അൽഹംദുലില്ലാ. അല്ലാ, എല്ലാം പഠിച്ചോന്ന് ഓരോന്നായിട്ട് ആക്കുന്നതാണ് ഓരോരുത്തരെ. ഇപ്പം അതിൽ ഓരോ നമുക്ക് എന്ത് റെസ്പോൺസിബിലിറ്റി ആണോ പഠിച്ചോനെ ഏൽപ്പിച്ചത് അത് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു സാധനം തന്നെ. ഇൻഷാ അല്ലാ നമുക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ഉഷാറായിട്ട് ചെയ്യുക. ബാക്കിയൊക്കെ പഠിച്ചോനെ റെഡിയാക്കി തരും. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും എനി ഫീഡ്ബാക്സ്, എനിത്തിങ് ടു ആഡ്? നീയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവം നീയത്ത് വെച്ചതിലുള്ള? ഹലോ, ഷഹന അതാരാണ്? മിസ്നാണോ? അറിയില്ല. ഞാൻ തന്നെ. നിങ്ങൾ റെസ്റ്റിലല്ലേ മിസ്ന? ഓക്കെ ആണോ? ഞാനൊരു സമയം എണീറ്റതിന് ശേഷം എനിക്ക് സമാധാനമില്ല. ഇത് കറഞ്ഞൊരു 8:40 8:45 ഞാൻ ജോയിൻ ആയത്. നല്ല ഫ്ലോ ഉണ്ടായിരുന്നു. എനിക്കൊരു ടോപ്പിക്ക് ഞാൻ സ്ഥലത്ത് പറഞ്ഞെങ്കിൽ ഇൻറ്റൻഷൻ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ ആൾ അടിപൊളിയായിട്ട് കുറേ സമയം നമുക്ക് പറഞ്ഞു തരുന്ന സമയത്തും ഭയങ്കര ഫ്ലോയിൽ ചെയ്യുന്ന. ഞാൻ ആ സാറ്റിസ്ഫൈഡിലാണ്. നല്ല രസത്തിൽ നല്ല ഫ്ലോയിൽ കുറേ കാലങ്ങൾക്ക് ശേഷം എന്താ പറയുക, ബാക്ക് ടു ട്രാക്ക് എത്തിക്കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. എൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ എനിക്കിത് കേറാണ്ടൊക്കെ എനിക്ക് കഴിയുന്നു. ഞാൻ വീഡിയോ കോളിൽ വന്നപ്പോൾ ഇവിടെ നിന്ന് ഉമ്മ പറഞ്ഞു, പൊന്നാര കുട്ടി അവിടെ കിടന്നോ, വേറെ പണിയില്ല, എന്താ തിരിക്കാതെ തന്നെ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും നല്ല സെഷനായിരുന്നു. നല്ല അടിപൊളി, എന്താ പറയാ, ഫ്രം ദ ഹാർട്ട് ഡെലിവർ ചെയ്യുന്ന പോലെ. ചില റെക്കോർഡിംഗ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുണ്ടോ, നല്ല സ്മൈൽ ചെയ്തിട്ട് നല്ല കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായി മൂവ് ചെയ്യാൻ പറ്റിയിട്ട്. പിന്നെ കുറച്ച് ആൾക്കാർ ഗ്രോത്ത് എക്സിന്റെ ഒക്കെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അടിപൊളി ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജോയിൻ ചെയ്തവർ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇലിയാസ്ക ഉണ്ട്, ഷമീർക്ക ഉണ്ട്, പിന്നെ വേറെ സ്റ്റുഡൻസിനെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ കയറിയ സമയത്ത് 45 ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കുറെ കാലത്തിന് ശേഷം യൂണിക് ടോക്കിൽ പെട്ടെന്ന് 45 ആളെ കണ്ട ഒരു സാധനം. എന്തായാലും അടിപൊളി. നിങ്ങളെ കാണുന്ന പറഞ്ഞിട്ടുള്ള ഞാനും എല്ലാവർക്കും കേട്ടോ അത് നീയത്തൊക്കെ ചെയ്ത് അടിപൊളിയായി പോകാൻ പറ്റട്ടെ. ഇർഫാന മാം ജോയിൻ ആയിട്ടുണ്ട് അല്ലേ? കുറെ പേരുകൾ പുതിയതില്ലോണ്ട് കണ്ടത്. എന്തായാലും പുതുതായി യൂണിക് ടോക്കിൽ വന്ന എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നത് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുക. അടുത്ത വെള്ളിയാഴ്ച, സോറി, അടുത്ത ശനിയാഴ്ച ഇതുപോലെ ഉണ്ടാവും യൂണിക് ടോക്ക്. ഇൻഷാല്ലാ. നെക്സ്റ്റ് ആരെങ്കിലും ഫീഡ്ബാക്ക് കറിക്കോളൂ. താങ്ക് യു മിസ്ന, താങ്ക് യു സോ മച്ച്. ഇതാണ് നമ്മുടെ മിസ്റ്ററിന്റെ ഡെഡിക്കേഷൻ. സുഖമില്ലെങ്കിലും കേറിയിട്ട് പരസ്യം മിസ്റ്റർ പറയും. കേട്ടോ. പിന്നെ അഫീഫ മാം ഇവിടെ എന്തോ മെസ്സേജ്, സാറ് എനിക്കൊരു ദീനി ബേസ്ഡ് ആയ മോട്ടിവേഷൻ സ്പീക്കർ ആവണം. ഞാനിപ്പം സൗദിയിലാണ്, ബട്ട് കോൺഫിഡൻസ് കുറവാണ്. കുറെ ചലഞ്ചസിൽ കടന്നു പോയ ആളാണ് ഞാൻ. മാം, ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ഒരു പാഠമാക്കി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എത്തിക്കാം. ഏത് രീതിയിലാണ് മാം ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ എത്തിക്കാൻ ശ്രമിക്കുക ഇൻഷാല്ലാ. പിന്നെ നമ്മളുടെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അത് ഓൺലൈനും ഓഫ്ലൈനും കൂടെ ആയിട്ട് നടക്കുന്ന പ്രോഗ്രാമാണ്. 2 മാസത്തെ പ്രോഗ്രാം. അല്ല, അത് മാം സൗദിയിൽ ആയതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. മാമിന് ഓഫ്ലൈന് വരാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഏതായാലും താങ്ക് യു സോ മച്ച്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ഷഹനാസ് മാമിനെ സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ വീഡിയോ മോഡിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഷഹനാസ് മാം ഓരോ എന്തെങ്കിലും തമാശ ഒക്കെ പറയുമ്പോൾ ചിരിക്കുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം. എന്തെങ്കിലും പറയണ്ട മാം? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എല്ലാരും പറഞ്ഞല്ലേ. അത് നിങ്ങൾ സ്റ്റാർട്ടിങ് പറഞ്ഞു തന്നെ ഭയങ്കര സന്തോഷമായി. നിയത്ത് എന്ന് പറഞ്ഞ അത് നമ്മള് തന്നെ ഞമ്മ എന്ത് നിയത്ത് വെക്കുന്നു അത് അള്ളാഹു ഞമ്മക്ക് പൂർത്തിയാക്കിയിട്ട് തരും. അത് കുറെ അനുഭവത്തില്, എന്റെ അനുഭവത്തിൽ വന്നത്, കുറെ അനുഭവിച്ചത് ഞാൻ എന്റെ ലൈഫില് അനുഭവിക്കാത്തത് ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഒരു തീരുമാനം എടുത്തു. അത് മാമിന് എനിക്ക് ഓരോക്കെ നിങ്ങൾ ലിങ്ക് അയച്ചിട്ട് തരും. ഓരോക്കെ ഞാൻ ജോയിൻ ആവും. ഇപ്പൊ കണ്ടിന്യൂസ് ജോയിൻ ആയതുകൊണ്ടുണ്ട്. ലൈവ് വന്നൊരിക്കും ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞോണ്ടായി മാമിൻ്റെ ഞാൻ ലൈവിന് വരുമെന്ന്. അത് ആയില്ല, വരാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോ
ഈ സെക്ഷൻ എല്ലാം കേട്ടിട്ട് ഭയങ്കര ഒരു ഫീൽ ആവുന്നു, നല്ല ഒരു സന്തോഷമുണ്ട് മനസ്സിന്. പിന്നെ ഒരു കുറച്ച് സമയമായിട്ട് ഞാൻ തീരുമാനം എടുത്ത് എന്തെന്ന് വെച്ചാൽ, ഞാൻ എന്ത് തീരുമാനം എടുക്കുമോ അതുപോലെ എനിക്ക് അള്ളാഹു ഇതാക്കിയിട്ട് തരുമെന്ന്. അത് ഉറപ്പായിട്ടും തരും. എൻ്റെ കുറെ അനുഭവിച്ച് ഞാനത്, എനിക്ക് കുറെ ഫീലായി അങ്ങനെ. ഞമ്മ എന്ത് ഉദ്ദേശിക്കുന്നു അതുപോലെ അള്ളാഹു ഞമ്മക്ക് പൂർത്തിയാക്കിയിട്ട് തരും അത്. പിന്നെ വേറെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും പറയാനില്ല. നല്ല സെക്ഷനാണ്. ഇൻഷാ അള്ളാഹ് അള്ളാഹു ഇത് മരിക്കോല നിക്കാണും ഞമ്മക്കത് ഇതാക്കാണും അള്ളാഹു പൂർത്തിയാക്കിയിട്ട് തരട്ടെ. നിങ്ങൾക്ക് പറഞ്ഞു തരാനും ഞങ്ങൾക്ക് കേൾക്കാനും നിങ്ങളെ പോലെ തന്നെ ഒരു ട്രെയിനർ ആവാനും ആഗ്രഹമുണ്ട്. അതുപോലെ അള്ളാഹു പൂർത്തിയാക്കിയിട്ട് തന്നാൽ മതി. മാം പറയുമ്പോ ഒക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. മാമിന്റെ സ്റ്റാറ്റസ് എപ്പോഴും കാണും, ഞാൻ നോക്കും, വീഡിയോ യൂട്യൂബിൽ നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കും. അതിൽ നിന്ന് പിന്നെ ഞാൻ ഇമ്പ്രൂവ്മെന്റ് ആയത് ആ കുറേ ഫീലിംഗ് ആക്കിയോണ്ട് മാമിന്റെ കയ്യിൽ ഒരു ദിവസം ഞാൻ പറഞ്ഞിനി എനിക്കൊരു കൗൺസിലിംഗ് വേണമെന്ന്. അത് അത്ര ഡിപ്രഷൻ പോയിട്ട് കുറെ ബുദ്ധിമുട്ടിലെല്ലാം ഉണ്ടായി. അപ്പോ എന്തോ മാമ ഇനി റെസ്പോണ്ട് ആക്കിയിട്ടില്ല. പറയാന്ന് പറഞ്ഞിട്ടുണ്ടായി, അഫ്സർ സാറിന് ഉണ്ട്, ഞാൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചിട്ട് ആരാണ് മാം? മിസ്ന ഇപ്പൊ മാമാണ് കണക്ട് സംസാരിച്ചില്ല, ചെയ്യാറ്, എന്തോ അല്ലെങ്കിൽ മുർഷിദ? മിൽസ മാം എന്തോ ഇപ്പൊ മിസ്ന സംസാരിച്ചില്ലേ ലാസ്റ്റ് മാമിന്റെ. നമ്മളെ ടീം ഞാൻ ലീഡർ ഒരു ആണ് ആള്. ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ടിട്ട് ജോയിൻ ആയത്. ആ മാമിന്റെ നമ്പർ എല്ലാം എടുത്തിട്ട് ഞാൻ ഇതാക്കിയത്, ആഡ് ആക്കിയിട്ട് ഇങ്ങനെ ജോയിൻ ആയത് ഞാൻ. മാം, ഷഹനാസ് മാം എവിടെയാണ് സ്ഥലം? എന്റേത് നാട് കർണാടക, ഇപ്പൊ ഉള്ളത് മഞ്ചേശ്വരം. മഞ്ചേശ്വരം. ഓക്കെ ഓക്കെ ഓക്കെ. മഞ്ചേശ്വരം ഉണ്ടാവും. താങ്ക് യു മാം, താങ്ക് യു. ഏതായാലും 5 വർഷമായി. അല്ലല്ലോ മാം, ഇങ്ങനെ വീഡിയോ മോഡിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഫേസ് നമുക്ക് ഓർമ്മ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മാമിനോട് ചോദിച്ചത്. മാമിന്റെ എനിക്ക് റെസ്പോൺസ് ഭയങ്കര കാണുമ്പോൾ ഇഷ്ടമായി, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഇങ്ങനത്തെ ഈ മോട്ടിവേഷൻ ക്ലാസ് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ്. റിയാസ് സാറിൻ്റെതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കും. അതെല്ലാം കണ്ടെന്ന് പിന്നെ ഞാൻ മൈൻഡ് സെറ്റ് ചേഞ്ച് ആക്കി. ഞമ്മ ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നതല്ല, ഞമ്മക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കണോന്ന് ഒരു തീരുമാനം എടുത്തു. ഞമ്മക്ക് വേണ്ടിയിട്ട് ഞമ്മ ജീവിക്കണു. ഞമ്മള് പെർ ഡേ എങ്ങനെ ജീവിക്കണു, ഞമ്മ ടെൻഷൻ എടുത്തിട്ട് ഞമ്മ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ ഉണ്ട് ഞമ്മളുടെ ഡേ. ഞമ്മ രാവിലെ എണിച്ചിട്ട് ഞമ്മ ബാഡിലായിട്ട് ഞമ്മളെ മൂഡ് ബാഡിൽ പോയെങ്കിൽ അത് അങ്ങനെ പോയിടി ദിവസം. ഞമ്മ രാവിലെ സന്തോഷത്തിൽ ജീവിക്കുന്ന തീരുമാനം എടുത്തെങ്കിൽ ഞമ്മ ടെൻഷൻ എടുത്തിട്ട് ഒരു കാര്യമില്ല എന്ന് പിന്നെ ഞാൻ തീരുമാനിച്ച്. എന്തെന്ന് വെച്ചാൽ ഞാൻ ടെൻഷൻ എടുത്തിട്ട് എനിക്ക് കുറെ അസുഖം വരുന്നല്ലാതെ വേറെ ഒരു കാര്യവും ഇല്ല. അതിന്റെ സൊല്യൂഷൻ നോക്കണോന്ന് ഒരു മൈൻഡ് സെറ്റായി എനിക്കത് ഈ മോട്ടിവേഷൻ ക്ലാസ് എടുത്തതിന് പിന്നെ. അപ്പൊ അതിലേക്ക് എന്ത് വേണം, അതിനെന്ത് വേണം അത് ചെയ്യണം. അതല്ലാതെ ഞമ്മ ടെൻഷൻ എടുത്തിട്ട് ഒരു കാര്യവുമില്ല. പക്ഷെ നീയത്ത് കറക്റ്റ് വേണം, അത് 100% കറക്റ്റ്. ഞമ്മ എന്ത് വേണമെന്ന് ഞമ്മ തീരുമാനിച്ച നേരാവും എല്ലാം. നമ്മളെ നീയത്തിലും ഇല്ലതെല്ലാം ആവൂല എന്ന് വെച്ചാ അതാവേ ഇല്ല. അത് ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട്, ഞാൻ കുറെ അനുഭവിച്ചിട്ടുണ്ട്. ഞമ്മക്ക് ഇതായി തീരും, അള്ളാഹു ഞമ്മക്ക് എത്തിച്ച് തീരും എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ അത് തീരും തന്നെ. കുറച്ച് വൈകും, അത്ര തന്നെ. ഒന്നെങ്കിൽ ബേ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് വൈകും. എന്നാലും അള്ളാഹു കൈ വയ്യാല, ആര് കൈ വയ്യാലും അള്ളാഹു കൈ വയ്യാല, അത് ഉറപ്പായിട്ടും. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ പറഞ്ഞത് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അല്ല മാഷാ അല്ലാ. ഇത് സത്യം പറഞ്ഞാലോ, മാം സംസാരിക്കുന്ന ഹൃദയത്തിൽ നിന്നായതുകൊണ്ടുണ്ടല്ലോ, ഇതുവരെ ഇവിടെ ഞാനോ ഇല്യാസ്കെ സംസാരിച്ചൊന്നും മറന്നുപോയില്ലെങ്കിലും മറന്നു പോയാലും മാം ഇപ്പൊ പറഞ്ഞത് ആരോടും മറന്നുപോയില്ല. കാരണം മാം അത്രയും ഉള്ളിന്നാ പറഞ്ഞത്. ഭയങ്കര കണക്റ്റ് ആയി. മാഷാ അല്ലാ. നല്ലൊരു ഭാവിയിൽ നല്ലൊരു ട്രെയിനറൊക്കെ ആവാൻ സാധിക്കട്ടെ ഇൻഷാ അല്ലാ. മാമിന്റെ സംസാരത്തിൽ തന്നെ മാമിനോട് കുറെ പ്രാവശ്യം പറഞ്ഞിനി ഞാൻ, എനിക്കൊരു ട്രെയിനർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ. ഏതായാലും സന്തോഷം മാം, താങ്ക് യു സോ മച്ച്. അൽഹംദുലില്ലാ. ഏതായാലും വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ വൈൻഡ് ചെയ്യാം അല്ലേ? എന്നാൽ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും പ്രാർത്ഥനയിൽ ദുആയിൽ ഉൾപ്പെടുത്തുക, തമ്മിൽ പ്രാർത്ഥിക്കുക, എല്ലാവരും നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം.